ബയോളജിയിൽ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരാണ് ലിവിങ് വേൾഡ്. ഒരു ജനറൽ ചാപ്റ്ററാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം, മിക്കവാറൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു എന്താണ് ബയോളജി എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ആരാണ് ബയോളജിയുടെ ഫാദർ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ബയോസ് എന്നും ലോഗോസ് എന്നും പറയുന്ന രണ്ട് വാക്കിൽ നിന്നാണ് ബയോളജി എന്ന് പറയുന്ന ടേം ഒറിജിനേറ്റ് ചെയ്തത്. ബയോസ് മീൻസ് ലൈഫ് എന്നാണ്, ലോഗോസ് മീൻസ് സ്റ്റഡി എന്നാണ്. അപ്പോൾ ബയോളജി മീൻസ് സ്റ്റഡി ഓഫ് ലൈഫ് എന്നാണ്. ബയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് which deals with the study of life or living things. ജീവനുള്ളവയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയ്ക്ക് പറയുന്ന പേരാണ് ബയോളജി. അതിന് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബോട്ടണി ആൻഡ് സുവോളജി. അത് നമ്മൾ ലൈവ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ടും 5 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 5 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി ഗ്രോത്ത്, വളർച്ച. രണ്ടാമത്തെ പ്രോപ്പർട്ടി റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം. മൂന്നാമത്തേത് മെറ്റബോളിസം, നമ്മൾ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. നാലാമത്തേത് സെല്ലുലാർ ഓർഗനൈസേഷൻ. അഞ്ചാമത്തേത് കോൺഷ്യസ്നെസ്. അപ്പൊ ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്. ഈ 5 ക്യാരക്ടേഴ്സ് പഠിക്കണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ഗ്രോത്ത്. അപ്പൊ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച, അതായത് നമ്മുടെ സൈസിലോ അല്ലെങ്കിൽ നമ്പറിലോ അല്ലെങ്കിൽ മാസിലോ ഉണ്ടാവുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയും. അപ്പൊ ഗ്രോത്ത് ഈസ് ദി ഇൻക്രീസ് ഇൻ നമ്പർ ഓർ മാസ് ഓർ സൈസ്. അപ്പോ നമ്പറിന്റെയോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ നമ്പറിന്റെയോ അല്ലെങ്കിൽ അവരുടെ സൈസോ അല്ലെങ്കിൽ അവരുടെ മാസോ ഇൻക്രീസ് ചെയ്താൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഗ്രോത്ത് എന്ന് പറയാം. ഇപ്പൊ നോർമലി ഗ്രോത്ത് നടക്കുന്നത് എങ്ങനെയാണ്? എല്ലാ ഓർഗാനിസംസിലും ഗ്രോത്ത് നടക്കുന്നത് ബൈ സെൽ ഡിവിഷൻ, കോശ വിഭജനം വഴിയാണ് എന്ത് നടക്കുന്നത്, ഗ്രോത്ത് നടക്കുന്നത്. ഓർക്കുക, ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇൻക്രീസ് ഇൻ സൈസ് ഓർ മാസ് ഓർ നമ്പർ. സൈസ് അല്ലെങ്കിൽ മാസ് അല്ലെങ്കിൽ നമ്പറിൽ ഉണ്ടാവുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണെങ്കിൽ അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, സെൽ ഡിവിഷൻ വഴിയാണ്. അപ്പൊ അവരുടെ നമ്പർ കൂടും. അപ്പൊ അതിനൊക്കെ നമുക്ക് ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഏത് ഓർഗാനിസം ആയാലും സെൽ ഡിവിഷൻ വഴിയാണ് എന്ത് നടക്കുന്നത്, ഗ്രോത്ത് നടക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് പ്ലാന്റ്സിന്റെ ഗ്രോത്തും ആനിമൽസിന്റെ ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന്റെ പ്രത്യേകത, അവരുടെ ജീവിത കാലഘട്ടത്തിൽ മുഴുവനായിട്ടും പ്ലാന്റ്സ് വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് പ്ലാന്റ്സിന്റെ ഗ്രോത്തിന്റെ പ്രത്യേകത. ഗ്രോത്ത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. അവരുടെ ജീവിത കാലഘട്ടം മുഴുവൻ എന്ത് ചെയ്യും, പ്ലാന്റ്സ് വളർന്നുകൊണ്ടേയിരിക്കും. അവരുടെ ഗ്രോത്ത് കണ്ടിന്യൂസ് ആണ്. നമ്മൾ അതിന് ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത് എന്നൊക്കെ പറയും. ആനിമൽസിന്റെ ഗ്രോത്തിന്റെ പ്രത്യേകത, ദ ഗ്രോത്ത് ഈസ് ഓൺലി അപ് ടു എ സർട്ടൈൻ ഏജ്. ഒരു പ്രത്യേക കാലഘട്ടം വരെ മാത്രമേ എന്തുള്ളൂ, ആനിമൽസിൽ ഗ്രോത്ത് ഉള്ളൂ. അപ്പം ഇതാണ് പ്ലാന്റ്സിന്റെ ഗ്രോത്തും ആനിമൽസിന്റെ ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇൻ പ്ലാന്റ്സിൽ ഗ്രോത്ത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. അവരുടെ ലൈഫ് സ്പാൻ, ജീവിത കാലഘട്ടം മുഴുവൻ എന്ത് ചെയ്യും, പ്ലാന്റ്സ് വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ആനിമൽസിന്റെ കേസിൽ ഗ്രോത്ത് ഒരു പ്രത്യേക ഏജ് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ആനിമൽസിന്റെ ഗ്രോത്തും പ്ലാന്റ്സിന്റെ ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഗ്രോത്തിനെ ലൈഫിന്റെ ഒരു ക്യാരക്ടർ ആയിട്ട് പറയാം, ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയാം. പക്ഷെ ലൈഫിന്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ഗ്രോത്തിനെ മാത്രം പറയാൻ പറ്റില്ല. കാരണം ജീവനുള്ള എല്ലാ വസ്തുക്കളും വളരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ വളരുന്ന എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ? ഇല്ല. കാര്യം നോൺ ലിവിങ് തിങ്സും ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മഞ്ഞുമലയുടെ മണ്ടയിൽ നിന്ന് നമ്മളൊരു മഞ്ഞ് കൊണ്ടുണ്ടാക്കിയൊരു ബോൾ താഴേക്ക് ഉരുട്ടി വിടുകയാണ്. ആ ബോൾ താഴെ എത്തുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ സൈസ് കൂടും. അപ്പൊ അതും ഗ്രോത്ത് ആണ്. അവരുടെ ഇൻക്രീസ് ഇൻ സൈസ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലിവിങ് തിങ്സിന്റെ ഗ്രോത്തും നോൺ ലിവിങ് തിങ്സിന്റെ ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലിവിങ് തിങ്സിന്റെ ഗ്രോത്ത് നമ്മൾ പറഞ്ഞു സെൽ ഡിവിഷൻ വഴിയാണ്. അതായത് ദി ഗ്രോത്ത് ഈസ് ഫ്രം ഇൻസൈഡ്. ഗ്രോത്ത് എവിടെ നിന്നാണ് നടക്കുന്നത്? അകത്തു നിന്നാണ് നടക്കുന്നത്. പക്ഷേ നോൺ ലിവിങ് തിങ്സിന്റെ പ്രത്യേകത
അതിന്റെ സർഫസിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് മൂലം, അതായത് അടിഞ്ഞു കൂടുന്നത് മൂലമാണ് എന്ത് ഉണ്ടാവുന്നത്, നോൺ ലിവിങ് തിങ്സിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഓർക്കുക, ലിവിങ് തിങ്സിന്റെ ഗ്രോത്തും നോൺ ലിവിങ് തിങ്സിന്റെ ഗ്രോത്ത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം, ഇൻ ലിവിങ് തിങ്സ് ദി ഗ്രോത്ത് ഈസ് ഫ്രം ഇൻസൈഡ്. ഗ്രോത്ത് എവിടെ നിന്നാണ് നടക്കുന്നത്, അകത്ത് നിന്നാണ്, സെൽ ഡിവിഷൻ വഴിയാണ്. പക്ഷേ നോൺ ലിവിങ് തിങ്സിൽ സെൽ ഡിവിഷൻ ഒന്നുമില്ല. നോൺ ലിവിങ് തിങ്സിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അവരുടെ സർഫസിൽ, അവരുടെ പുറത്ത് എന്തെങ്കിലും മെറ്റീരിയൽസ് അടിഞ്ഞു കൂടുന്നത് മൂലമുള്ള ഗ്രോത്ത് ആണ് ആർക്കുള്ളത്, നോൺ ലിവിങ് തിങ്സിന് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഗ്രോത്തിനെ ലൈഫിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കളും വളരുന്നുണ്ട്, പക്ഷെ വളരുന്ന എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ ക്യാരക്ടർ കഴിഞ്ഞ ഗ്രോത്ത്. അപ്പൊ ഓർക്കുക, ഗ്രോത്ത് എന്ന് പറഞ്ഞാല് ഇൻക്രീസ് ഇൻ സൈസ് ഓർ ഇൻക്രീസ് ഇൻ മാസ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ നമ്പർ, അതിനെ നമുക്ക് എന്ത് പറയാം, ഗ്രോത്ത് എന്ന് പറയാം. പ്ലാന്റ്സിന്റെ ഗ്രോത്തും ആനിമൽസിന്റെ ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം, പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ നടക്കും. ആനിമൽസിന്റെ ഗ്രോത്ത് ഈസ് ഓൺലി അപ് ടു എ സർട്ടൈൻ ഏജ്, ഒരു പ്രത്യേക കാലഘട്ടം വരെ മാത്രമേ ഉള്ളൂ. ഇനി ഗ്രോത്തിനെ നമുക്ക് ലൈഫിന്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ ലൈഫിന്റെ ഒരു ക്യാരക്ടറായിട്ട് പറയാം. കാരണം ജീവനുള്ള എല്ലാ വസ്തുക്കളും വളരുന്നുണ്ട്, പക്ഷെ വളരുന്ന എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നമ്മളൊരു ബോൾ, മഞ്ഞ് ബോൾ ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ താഴെ എത്തുമ്പോൾ അതിന്റെ സൈസ് കൂടും. അപ്പൊ അതിന് കാരണം അതിന്റെ പുറത്ത്, അതിന്റെ സർഫസിൽ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് അടിഞ്ഞു കൂടുന്നത് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ പക്ഷെ ലിവിങ് തിങ്സിന്റെ കാര്യത്തിൽ ഗ്രോത്ത് ഈസ് ഫ്രം ഇൻസൈഡ്. ഗ്രോത്ത് എവിടെ നിന്നാണ് നടക്കുന്നത്, അകത്ത് നിന്നാണ്, സെൽ ഡിവിഷൻ വഴിയാണ്. അത് ഓർത്ത് വെക്കുക. അടുത്ത ക്യാരക്ടറിലേക്ക് പോവാം, റീപ്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിനെ പ്രത്യുൽപാദനം എന്ന് പറയും. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് അതൊരു ബയോളജിക്കൽ പ്രോസസ് ആണ്. ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ് in which an organism produces young ones similar to itself. ഒരു ജീവി അതിന്റെ തന്നെ പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഫോർമേഷൻ ഓഫ് യങ് വൺസ് ബൈ ആൻ ഓർഗാനിസം. യങ് വൺ മീൻ പുതിയ ഇൻഡിവിജ്വൽ. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദി ഫോർമേഷൻ ഓഫ് യങ് വൺസ് അല്ലെങ്കിൽ ഓസ്പ്രിങ്സ് എന്ന് പറയും. ഇറ്റ് ഈസ് ദി ഫോർമേഷൻ ഓഫ് യങ് വൺസ് ബൈ ആൻ ഓർഗാനിസം ഈസ് കോൾഡ് റീപ്രൊഡക്ഷൻ. ഒരു ഓർഗാനിസം അതിന്റെ പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് എസെക്ഷൽ റീപ്രൊഡക്ഷനും രണ്ടാമത്തേത് സെക്ഷൽ റീപ്രൊഡക്ഷനും. എസെക്ഷൽ മീൻസ് അലൈംഗിക പ്രത്യുൽപാദനം, സെക്ഷൽ മീൻസ് ലൈംഗിക പ്രത്യുൽപാദനം. ഓർക്കുക, രണ്ടാമത്തെ ക്യാരക്ടറാണ് ലൈഫിന്റെ രണ്ടാമത്തെ ക്യാരക്ടറാണ് റീപ്രൊഡക്ഷൻ. അപ്പൊ റീപ്രൊഡക്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദി ഫോർമേഷൻ ഓഫ് യങ് വൺസ് ബൈ ആൻ ഓർഗാനിസം. ഒരു ജീവി അതിന്റെ പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, എസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ അലൈംഗിക പ്രത്യുൽപാദനവും സെക്ഷൽ റീപ്രൊഡക്ഷൻ ലൈംഗിക പ്രത്യുൽപാദനവും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? 3 പോയിന്റ്സ് ഓർത്ത് വെച്ചിരുന്നാലും അത് രണ്ടിലും. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാവണമെങ്കിൽ ഒരു പാരന്റ് മാത്രം മതി, 2 പാരന്റിന്റെ ആവശ്യം ഇല്ല. അതാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏറ്റവും വലിയ പ്രത്യേകത. അത് യൂണി പാരന്റൽ ആണ്, ഒരൊറ്റ പാരന്റ് മാത്രം മതി. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ മരിച്ചീനി അല്ലെങ്കിൽ റോസ് കട്ട് ചെയ്ത് നട്ട് നമ്മൾ പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അവിടെ ശരിക്കും 2 പാരന്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ എന്തെങ്കിലും ഗ്യാമേറ്റിന്റെ ഫ്യൂഷൻ ഉണ്ടോ? അതുമില്ല. അപ്പൊ ഇതാണ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത. അത് യൂണി പാരന്റൽ ആണ്, ഒറ്റ പാരന്റ് മാത്രം മതി. അതേപോലെ അവിടെ ഗ്യാമേറ്റിന്റെ ബീജങ്ങളുടെ ഫ്യൂഷൻ ഉണ്ടോ, കൂടിച്ചേരലുണ്ടോ? അതില്ല. ഇനി ഇവിടെ ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഐഡന്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പുതുതായിട്ട് ഉണ്ടാവുന്ന എല്ലാ ഇൻഡിവിജ്വൽസ് എന്താണ്, അവര് പാരന്റിനോടും ഐഡന്റിക്കൽ ആയിരിക്കും, പരസ്പരവും എന്തായിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും. അവരുടെ മോർഫോളജി, പുറമേയുള്ള ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ ജെനറ്റിക്സ്, അതായത് ജീനോടൈപ്പ്, ജീൻ കോമ്പിനേഷൻസ് ആയാലും എല്ലാം സെയിം ആയിരിക്കും, പാരന്റിന്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ക്ലോൺസ് എന്ന് പറയും. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവന്റ് എന്ന് പറയുന്നത് ഫ്യൂഷൻ ബിറ്റ്വീൻ 2 ഗാമീറ്റ്സ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും,
ഒരു മെയിൽ ഗ്യാമേറ്റും ഒരു ഫീമെയിൽ ഗ്യാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവന്റ്. ഫ്യൂഷൻ ബിറ്റ്വീൻ വൺ മെയിൽ ആൻഡ് വൺ ഫീമെയിൽ ഗ്യാമേറ്റ്. എഗ്ഗും സ്പേമും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? സൈഗോട്ട്, സിക്താണ്ഡം ഉണ്ടാവും. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പാരന്റ് വേണമല്ലോ. ഓപ്പോസിറ്റ് സെക്സിലുള്ള 2 പാരന്റ് വേണം. ഒരു മെയിൽ പാരന്റും വേണം, ഒരു ഫീമെയിൽ പാരന്റും വേണം. അവിടെ എന്തുണ്ട്? ഗ്യാമേറ്റിന്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. അതേപോലെ ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ക്ലോൺസ് ആണോ? എല്ലാവരും പാരന്റിന്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കുമോ? അല്ല. അവർക്കിടയിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും. എന്തായിരിക്കും? വേരിയേഷൻ ഉണ്ടായിരിക്കും. വേരിയേഷൻ നല്ല ക്വാളിറ്റിയാണ്. വേരിയേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ചേഞ്ച് ചെയ്യുന്ന എൻവയോൺമെന്റിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ എവല്യൂഷൻ നടക്കുന്നതൊക്കെ വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ +2 കൂടുതലായിട്ട് പഠിക്കും. അപ്പൊ ഇത്ര മനസ്സിലാക്കുക. 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അപ്പൊ എസെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത, അവിടെ ഒരു പാരന്റ് മാത്രം മതി. 3 പോയിന്റ് ഓർക്കുക. ഫസ്റ്റ്, ഇറ്റ് ഈസ് യൂണി പാരന്റൽ, സിംഗിൾ പാരന്റ് മാത്രം മതി. രണ്ടാമത്തേത്, ദർ ഈസ് നോ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്, അവിടെ എന്തില്ല? ഗ്യാമേറ്റിന്റെ ഫ്യൂഷൻ നടക്കുന്നില്ല. മൂന്നാമത്തേത്, ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ എന്താണ്? സിമിലർ ഇൻഡിവിജ്വൽസ് ആയിരിക്കും, ഐഡന്റിക്കൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും, അവർ പാരന്റിന്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ക്ലോൺസ് എന്ന് പറയും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം? ഒരു പുതിയ കുട്ടി ഉണ്ടാവണമെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള 2 പാരന്റ് വേണം. ഒരു മെയിൽ പാരന്റും വേണം, ഒരു ഫീമെയിൽ പാരന്റും വേണം. അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവന്റ് ഏതാണ്? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ആണ്. മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ എന്ത് ചെയ്യണം? ഫ്യൂസ് ചെയ്യണം. എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്യണം. അപ്പൊ അവിടെ എന്തുണ്ട്? ഗ്യാമീറ്റ്സിന്റെ ഫ്യൂഷൻ ഉണ്ട്. അതേപോലെ ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ എന്താണ്? അവര് പാരന്റിന്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കുമോ? അല്ല. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ എന്താണ്? അവര് ഡിഫറൻസ് കാണിക്കും, വേരിയേഷൻ കാണിക്കും. അതൊരു നല്ല ക്വാളിറ്റിയാണ്. നെക്സ്റ്റ്, ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസംസിന്റെ കേസിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാലും റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. കാരണം രണ്ടും സെൽ ഡിവിഷൻ വഴി തന്നെയാണ് നടക്കുന്നത്. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ നമ്പർ കൂടുന്നതാണ്. അവരുടെ നമ്പർ കൂടുന്നത് എന്തുവഴിയാണ്? സെൽ ഡിവിഷൻ വഴിയാണ്. അതേപോലെ യൂണിസെല്ലുലാർ ഓർഗാനിസംസിലെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ വഴിയാണ്. മൾട്ടിപ്പിൾ ഫിഷൻ ഉണ്ട്, ബൈനറി ഫിഷൻ ഉണ്ട്. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 അതിലധികമോ സെല്ലായിട്ട് മാറും. ആ ഓരോ സെല്ലും ഓരോ പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. അതാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസിലെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റീപ്രൊഡക്ഷൻ ആയാലും അവിടുത്തെ ഗ്രോത്ത് ആയാലും എന്ത് വഴിയാണ് നടക്കുന്നത്? സെൽ ഡിവിഷൻ വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് രണ്ടും എന്താണ്? സെയിം തന്നെയാണ്. ഇനി നമുക്ക് റീപ്രൊഡക്ഷനെ നമുക്ക് ലൈഫിന്റെ ഒരു ക്യാരക്ടർ ആയിട്ട് നമ്മൾ പറഞ്ഞു. പക്ഷെ ലൈഫിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് റീപ്രൊഡക്ഷനെ പറയാൻ പറ്റില്ല. കാരണം ജീവനുള്ള എല്ലാ ആൾക്കാരും റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റീപ്രൊഡ്യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂൾ എന്ന് പറയും. മ്യൂള് മെയിൽ ഡോങ്കിയും ഫീമെയിൽ ഹോഴ്സും കൂടെ മെയ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് മ്യൂള്. അപ്പോ മ്യൂൾ എന്ന് പറയുന്ന കോർ കഴുതി എന്ന് പറയും. അപ്പൊ ഇതിന് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല, സ്റ്റെറൈലാണ്. അതേപോലെ വർക്കർ ബീസ് ഉണ്ട്. ഈ വർക്കർ ബീസ് ഫീമെയിൽസ് ആണ്, അവർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല. അതുപോലെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഹ്യൂമൻ കപ്പിൾസ് ഉണ്ട്. നമ്മൾ അതിനെ ഇൻഫെർട്ടൈൽ മീൻസ് കുട്ടികളുണ്ടാവാത്ത അവസ്ഥ, നമ്മൾ വന്ധ്യത എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള ഹ്യൂമൻ കപ്പിൾസിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ ജീവനുള്ള എല്ലാ വസ്തുക്കളും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റീപ്രൊഡക്ഷൻ ലൈഫിന്റെ ഒരു ക്യാരക്ടർ ആണ്. പക്ഷെ ലൈഫിന്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അടുത്തത് മെറ്റബോളിസം. മെറ്റബോളിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഉപാപചയ പ്രവർത്തനം എന്ന് പറയും. നമ്മുടെ ബോഡിക്കകത്ത് പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആയാലും ലിവിങ് തിങ്സിന്റെ ബോഡിക്കകത്ത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ ബോഡി എന്ന് പറയുന്ന ഒരു കെമിക്കൽ സിസ്റ്റം ആണ്. അതിനകത്ത് ഒരുപാട് എല്ലാ കെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ്, എല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പൊ നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിന്റെയും കൂടി ആകത്തുക, അതിന്റെ സം ടോട്ടൽ, അതിന് പറയുന്ന പേരാണ് മെറ്റബോളിസം. ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളുടെയും ആകത്തുക, അതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയും. 2 ടൈപ്പ് ഉണ്ട്. ഉപജയമുണ്ട്, അപജയമുണ്ട്. അതായത് അനബോളിസവും ഉണ്ട്, കാറ്റബോളിസവും ഉണ്ട്. അനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്റ്റീവ് പ്രോസസ് ആണ്. ഇപ്പൊ ഫോട്ടോസിന്തസിസ്, അവിടെ ഫുഡ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു കൺസ്ട്രക്റ്റീവ് പ്രോസസ് ആണ്. അതിനെയാണ് അനബോളിസം എന്ന് പറയുന്നത്.
കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്. അപ്പൊ മെറ്റബോളിസം എന്ന് പറയുന്നത് ലൈഫിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. കാരണം നോൺ ലിവിങ് തിങ്സിൽ എന്ത് നടക്കില്ല? മെറ്റബോളിസം നടക്കില്ല. ലിവിങ് തിങ്സിൽ മാത്രമാണ് എന്തുള്ളത്? മെറ്റബോളിസം ഉള്ളത്. നോൺ ലിവിങ് തിങ്സിൽ എന്ത് നടക്കുന്നില്ല? മെറ്റബോളിസം നടക്കുന്നില്ല. അതുകൊണ്ട് മെറ്റബോളിസത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ലൈഫിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഓർക്ക, മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിന്റെയും എല്ലാ രാസപ്രവർത്തനങ്ങളുടെയും ആകെത്തുകയാണ് മെറ്റബോളിസം. അപ്പൊ മെറ്റബോളിസം ലിവിങ് തിങ്സിൽ മാത്രമേ ഉള്ളൂ, നോൺ ലിവിങ് തിങ്സിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലൈഫിനെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റും. ഇനി റിയാക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ബോഡിക്ക് പുറത്തൊക്കെ നടത്താം, പക്ഷെ അത് ലിവിങ് തിങ്സ് അല്ല, അത് കെമിക്കൽ റിയാക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോവാം. സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയാം. സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെയൊക്കെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന ഘടകം സെൽസ് അല്ലെങ്കിൽ കോശങ്ങളാണ്. കോശങ്ങൾ ചേർന്നിട്ട് ടിഷ്യൂ ഉണ്ടാവും, ടിഷ്യൂസ് ചേർന്നിട്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ടാവും, ടിഷ്യൂ സിസ്റ്റംസ് ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ടാവും, ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റംസ് ചേരുമ്പോഴാണ് ഓർഗാനിസം ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് ലിവിങ് ഓർഗാനിസംസിന്റെ ഒരു പാറ്റേൺ. അതിന് നമ്മൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയും. അപ്പൊ ഇത് ലിവിങ് തിങ്സിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, നോൺ ലിവിങ് തിങ്സിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഇല്ല. അപ്പം ഇത് ലൈഫിന്റെ എന്താണ്? ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ്. അപ്പൊ അവിടെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. നോൺ ലിവിങ് തിങ്സിൽ എന്തില്ല? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് സെല്ലുലാർ ഓർഗനൈസേഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു ലൈഫിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യാനും ആ എൻവയോൺമെന്റൽ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചൂടായാലും തണുപ്പായാലും എന്തായാലും അതിനെ സെൻസ് ചെയ്യാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനും പ്രതികരിക്കാനുള്ള കഴിവ് എന്തുണ്ട്? നമുക്കുണ്ട്. അപ്പൊ ആ ഒരു കഴിവിനെ നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയും. അപ്പൊ അത് ലിവിങ് ഓർഗാനിസംസിലുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ തൊട്ടാവാടിയിൽ ടച്ച് ചെയ്യുന്നു, അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ ലീഫ് അത് മടങ്ങും, ഫോൾഡ് ചെയ്യും. അല്ലെങ്കിൽ പ്ലാന്റ്സ് ലൈറ്റിന് നേരെ വളരുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ണിലേക്ക് വെട്ടം അടിക്കുമ്പോൾ നമ്മൾ എന്ത് പെട്ടെന്ന് കണ്ണ് ചിമ്മുന്നു. അല്ലെങ്കിൽ ചൂടിൽ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാല് പിൻവലിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അത് കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ്. ഇതിൽ തന്നെ ലിവിങ് ഓർഗാനിസംസിൽ തന്നെ ഹ്യൂമൻ ബീയിങ്സിലാണ് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നൊരു ഇതുള്ളത്. നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധം അത് നമുക്കുണ്ട്. അപ്പൊ ആ സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളത് ആർക്കാണ്? ഹ്യൂമൻ ബീയിങ്സിനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞു ഗ്രോത്ത് പറഞ്ഞു. ഇൻക്രീസ് ഇൻ സൈസ് ഓർ നമ്പർ ഓർ മാസ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പ്ലാന്റ്സിന്റെ ഗ്രോത്ത് കണ്ടിന്യൂസ് ആണ്. ആനിമൽസിന്റെ ഗ്രോത്ത് ഒരു പ്രത്യേക ഏജ് വരെ മാത്രമേ ഉള്ളൂ. ഗ്രോത്തിനെ നമുക്ക് ലൈഫിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ജീവനില്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്. ജീവനുള്ള വസ്തുക്കളുടെ ഗ്രോത്തും ജീവനില്ലാത്ത വസ്തുക്കളുടെ ഗ്രോത്തും തമ്മിലുള്ള പ്രത്യേകത, ജീവന് ഉള്ള വസ്തുക്കളുടെ ഗ്രോത്ത് സെൽ ഡിവിഷൻ വഴിയാണ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ഇൻസൈഡ്. പക്ഷേ ജീവനില്ലാത്ത വസ്തുക്കളുടെ ഗ്രോത്ത് അവരുടെ സർഫസിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് അടിഞ്ഞുകൂടുന്നത് മൂലമാണ് സംഭവിക്കുന്നത്. രണ്ടാമത് പറഞ്ഞു റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം. ഒരു ജീവി അതിന്റെ പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് യങ് വൺസ് ബൈ ആൻ ഓർഗാനിസം. റീപ്രൊഡക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, എസെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത അവിടെ ഒരു പാരന്റ് മാത്രം മതി, അവിടെ ഗാമേറ്റിന്റെ ഫ്യൂഷൻ ഇല്ല. ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ പാരന്റിന്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സെക്സിലുള്ള രണ്ട് പാരന്റ് വേണം, അവിടെ ഗാമേറ്റിന്റെ ഫ്യൂഷൻ ഉണ്ട്. ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ എന്താണ്? എക്സാക്ട് കോപ്പീസ് അല്ല, അവർ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ഇനി റീപ്രൊഡക്ഷനെ നമുക്ക് ലൈഫിന് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റില്ല. ലൈഫിന്റെ ക്യാരക്ടർ ആണ്, പക്ഷെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം റീപ്രൊഡക്ഷൻ എന്താണ്? ജീവനുള്ള എല്ലാ ആൾക്കാരും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റീപ്രൊഡ്യൂസ് ചെയ്യാത്ത ജീവനുള്ള ആൾക്കാരും ഉണ്ട്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു മ്യൂൾ, കോവർ കഴുത, അത് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ്. അതുപോലെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ്, വർക്കർ ബീസ്, ഇവർക്ക് ഒന്നിനുള്ള കഴിവില്ല, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല.
മൂന്നാമത്തെ ക്യാരക്ടർ പറഞ്ഞത് മെറ്റബോളിസം ആണ്. നമ്മുടെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ ജീവനുള്ള എല്ലാ ആൾക്കാരുടെയും ശരീരത്തിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിന്റെ ആകെത്തുക, രാസപ്രവർത്തനങ്ങളുടെ ആകെത്തുക, അതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി ഈസ് കോൾഡ് മെറ്റബോളിസം. രണ്ട് ടൈപ്പ് ഉണ്ട്, അനബോളിസവും ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്. അനബോളിസം ഈസ് എ കൺസ്ട്രക്റ്റീവ് പ്രോസസ് ആൻഡ് കാറ്റബോളിസം ഈസ് എ ഡിസ്ട്രക്റ്റീവ് പ്രോസസ്. നമ്മൾ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയും. ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് ലിവിംഗ് തിങ്സിന്റെ മാത്രം ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ജീവനുള്ള ആൾക്കാർക്ക് മാത്രമാണ് മെറ്റബോളിക് റിയാക്ഷൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് ലൈഫിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റും. പിന്നീട് പറഞ്ഞത് സെല്ലുലാർ ഓർഗനൈസേഷൻ, അതും ലൈഫിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. അത് ലിവിംഗ് തിങ്സിന് മാത്രമേ ഉള്ളൂ. ജീവനുള്ള എല്ലാ ആൾക്കാരുടെയും ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ്. സെൽസ് ചേരുമ്പോൾ ടിഷ്യൂസ് ഉണ്ടാവും, ടിഷ്യൂസ് ചേരുമ്പോൾ ടിഷ്യൂ സിസ്റ്റം, ഓർഗൻ സിസ്റ്റം, ലാസ്റ്റ് ഓർഗാനിസം ഉണ്ടാവും. അപ്പൊ ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലിവിംഗ് തിങ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്, ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ലാസ്റ്റ് പറഞ്ഞത് കോൺഷ്യസ്നെസ്. നമുക്ക് എൻവയോൺമെന്റിനെ റെസ്പോണ്ട് ചെയ്യാനും എൻവയോൺമെന്റൽ സ്റ്റിമുലസിനെ സെൻസ് ചെയ്യാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് ഓർഗാനിസംസിനുണ്ട്. അതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഹ്യൂമൻ ബീയിങ്സിന് മാത്രമാണ് എന്തുള്ളത്? സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളത്. ഹ്യൂമൻ ബീയിങ്സിന് മാത്രമാണ് സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളത്. ഇപ്പൊ എല്ലാ ഓർഗാനിസംസിനും അവരുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ട്, ഒരു ബോധമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കോൺഷ്യസ്നെസ്സിനെ ഒരു ലൈഫിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റും. നോൺ ലിവിംഗ് തിങ്സിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവർക്ക് സ്റ്റിമുലസിനെ കൂടെ റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈഫിന്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ദി ലിവിംഗ് വേൾഡ്. അപ്പൊ അത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ ബയോഡൈവേഴ്സിറ്റി. എന്താണ് ബയോഡൈവേഴ്സിറ്റി? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറയും. അപ്പൊ എന്താണ് ബയോഡൈവേഴ്സിറ്റി? അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ സ്പീഷീസുകളെയും ചേർത്ത് പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും. അപ്പൊ എന്താണ് ബയോഡൈവേഴ്സിറ്റി? all of the species in one region or in an ecosystem is termed as biodiversity. ഒരു എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള ഒരു റീജിയനിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും. അതിനകത്ത് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് എല്ലാവരും വരും. അപ്പൊ ജീവനുള്ള എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തി നമ്മൾ പറയുന്ന ഒരു ടേമാണ് എന്ത്? ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. ഇങ്ങനെ പറയാം, the total number and types of organisms present on earth is termed as biodiversity. അല്ലെങ്കിൽ എങ്ങനെ പഠിക്കുക? all of the species in one region or in an ecosystem is termed as biodiversity. അപ്പോൾ ഒരു പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ സ്പീഷീസുകളെയും ഉൾപ്പെടുത്തി നമ്മൾ പറയുന്ന ടേമാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം. ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ് എന്ന് പറയുന്നത് 1.7 to 1.8 മില്യൺ ആണ്. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഡിസ്ക്രൈബ് ചെയ്ത സ്പീഷീസ്, എർത്തിൽ ഉള്ളതിൽ വെച്ചിട്ട് ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്ത സ്പീഷീസിന്റെ നമ്പർ ആണ് 1.7 to 1.8 മില്യൺ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ടാക്സോണമി, എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പഠിക്കണം. ടാക്സോണമി നമ്മൾ പഠിച്ചതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടേഴ്സ്. അതാണ് ടാക്സോണമി. നമ്മൾ ഓർഗാനിസംസിനെ അവരുടെ ക്യാരക്ടേഴ്സിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു, തരംതിരിക്കുന്നു. അതിനെ സഹായിക്കുന്ന ശാസ്ത്ര ശാഖയാണ് നമ്മൾ ടാക്സോണമി. നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് 3 കാര്യങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ടാക്സോണമി ഡീൽസ് വിത്ത് ദി ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പഠിക്കണം. സിസ്റ്റമാറ്റിക്സ് മീൻസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് എന്നാണ്. ഇപ്പൊ ടാക്സോണമിയും സിസ്റ്റമാറ്റിക്സും നമ്മൾ ഒരേ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പക്ഷേ വ്യത്യാസമുണ്ട്. ടാക്സോണമി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റേണൽ ക്യാരക്ടേഴ്സ്, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സും ഒക്കെ നോക്കും. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ക്യാരക്ടേഴ്സ്, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സും ഒക്കെ നോക്കും. അതിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ നോക്കും? എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടെ നോക്കും. പരിണാമപരമായ ബന്ധം കൂടി നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്.
ഇപ്പൊ ടാക്സോണമിയും സിസ്റ്റമാറ്റിക്സും നമ്മൾ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. രണ്ടിലും നമ്മൾ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സും ഇന്റേണൽ ക്യാരക്ടേഴ്സും നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷെ സിസ്റ്റമാറ്റിക്സിൽ നമ്മൾ എന്തും കൂടെ നോക്കും, എവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടെ നോക്കും. ഒരു പ്ലാന്റ് ആണെങ്കിൽ ആ പ്ലാന്റിന്റെ ആൻസിസ്റ്റേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആ പ്ലാന്റ്സിന് വേറെ ഏതെങ്കിലും ഗ്രൂപ്പുമായിട്ട് റിലേഷൻസ് ഉണ്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിനെയാണ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോസിൽസ് ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പം സിസ്റ്റമാറ്റിക്സും ടാക്സോണമിയും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ടാക്സോണമി ഡീൽസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ it is a branch of biology which deals with identification, classification and nomenclature. അതാണ് ടാക്സോണമി. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് ആണ്. അതിനകത്ത് എന്താ ഉള്ളത്, ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടെ നോക്കും. അത് മാത്രമല്ല എക്സ്റ്റേണൽ ഇന്റേണൽ ക്യാരക്ടേഴ്സ് എല്ലാം നോക്കും. അതിന്റെ കൂടെ എന്ത് നോക്കും, എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടെ നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് സിസ്റ്റം ആൻഡ് നേച്ചർ, ലിനേഴ്സിന്റെ ബുക്കാണ് സിസ്റ്റം ആൻഡ് നേച്ചർ, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ബേസിക് പ്രോസസ് ഓഫ് ടാക്സോണമി. ടാക്സോണമിയിലുള്ള പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു, മെയിനായിട്ട് 3 പ്രോസസ്സുകളാണ്, ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ക്യാരക്ടറൈസേഷൻ. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നു. അവരുടെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, അവരുടെ ഇന്റേണൽ ക്യാരക്ടേഴ്സ്, സെല്ലിന്റെ സ്ട്രക്ചർ, എംബ്രിയോളജി, എക്കോളജിക്കൽ ഇൻഫോർമേഷൻ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അതാണ് ക്യാരക്ടറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗാനിസംസിനെ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഈ ക്യാരക്ടർ നമ്മൾ ആദ്യം ചെയ്ത ഈ ക്യാരക്ടേഴ്സ്, നമ്മൾ മനസ്സിലാക്കിയ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഓർഗാനിസംസിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് നെയിമിംഗ് പോസിബിൾ ആയിട്ട് വരികയുള്ളൂ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ദി നെയിമിംഗ് ഓഫ് ഒബ്ജക്ട് അല്ലെങ്കിൽ നെയിമിംഗ് ഓഫ് ഓർഗാനിസംസ് ഈസ് കോൾഡ് നോമൻക്ലേച്ചർ. പേര് കൊടുക്കുന്നതിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത പ്ലാന്റ് വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ, വേറെ ആരും അതിന് പേര് കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേര് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഓർഗാനിസംസിനെ, ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ നമ്മൾ എന്ത് ചെയ്യും, പല പല ഗ്രൂപ്പുകളാക്കി മാറ്റും. അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ മീൻസ് എനിത്തിങ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻടു കൺവീനിയന്റ് കാറ്റഗറീസ്. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനെങ്കിലും തരംതിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 4 പ്രോസസ്സുകളായിട്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞു ക്യാരക്ടറൈസേഷൻ. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നു. അവരുടെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, ഇന്റേണൽ ക്യാരക്ടേഴ്സ്, സെൽ സ്ട്രക്ചർ, എംബ്രിയോളജി, എക്കോളജിക്കൽ ഇൻഫോർമേഷൻ, അങ്ങനെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുന്നു. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സ് വെച്ച് നമ്മൾ അവരെ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നെയിമിംഗ് ഓഫ് ഓർഗാനിസംസ് ഈസ് കോൾഡ് നോമൻക്ലേച്ചർ. നെയിമിംഗ്, പേര് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടെത്തിയ പ്ലാന്റിന് അല്ലെങ്കിൽ ആനിമലിന് അതിനെ ഇതുവരെ ആരും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിന് ഇതുവരെ ആരും പേര് കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പേര് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനെയാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പുകളാക്കി തരംതിരിക്കും. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ മീൻസ് എനിത്തിങ്, എന്തിനു വേണമെങ്കിലും ആവാം. നമ്മൾ ഗ്രൂപ്പിംഗ്, ക്ലാസിഫിക്കേഷൻ മീൻസ് സിംപ്ലി ഗ്രൂപ്പിംഗ് ആണ്. നമുക്കിപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്, അപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പ്രയാസമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റും. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ് ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ. എനിത്തിങ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻടു കൺവീനിയന്റ് കാറ്റഗറീസ്. കൺവീനിയന്റ് മീൻസ് എന്താണ്, നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, അത്രയേ ഉള്ളൂ. ഇനിയാണ് ഇമ്പോർട്ടന്റ് പോർഷൻസ് വരുന്നത്. നെയിമിംഗ്, നോമൻക്ലേച്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദി ആക്ട് ഓഫ് നെയിമിംഗ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് കോൾഡ് നോമൻക്ലേച്ചർ. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ പേര് കൊടുക്കുന്നതിന് നോമൻക്ലേച്ചർ എന്ന് പറയാം. അപ്പൊ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് പോളിനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറയും. അതായത് ഒരു പേരിന് ഒരുപാട് പാർട്സ് കാണും, 2ൽ കൂടുതൽ പാർട്സ് ഉള്ള പേര് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ആദ്യ കാലത്ത് ഉണ്ടായിരുന്നത്. അതിന് നമ്മൾ പോളിനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ
ഇപ്പൊ നമ്മൾ കാരിയോഫില്ലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, അതിന്റെ പഴയ പേര് കാരിയോഫില്ലം സാക്സിറ്റൈലിസ് ഗ്രാമിനിസ് ഫോളിസ് അമ്പലേറ്റിസ് കോർബിസ് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രയോഗിക്കാനും പഠിക്കാനും പ്രയാസമല്ലേ? നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു പ്ലാന്റിന്റെ പേര് കാരിയോഫില്ലം സാക്സിറ്റൈലിസ് ഗ്രാമിനിസ് ഫോളിസ് അമ്പലേറ്റിസ് കോർബിസ് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുമോ? ഇല്ല. പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് വന്ന സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു? പഠിക്കാനും പ്രയോഗിക്കാനുമുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ സിസ്റ്റംസ് കൊണ്ടുവന്നു. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു സിസ്റ്റം അല്ലെങ്കിൽ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നത് ലിനേയസിന്റെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. ദ്വിനാമ പദ്ധതി എന്ന് നമ്മൾ പറയും. ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈ മീൻസ് ടു എന്നാണ്, നോമിയൽ നെയിം. അപ്പോൾ രണ്ട് പേരുള്ള അല്ലെങ്കിൽ രണ്ട് പാർട്ടുള്ള ഒരു പേര്, അതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അത് പ്രൊപ്പോസ് ചെയ്ത ആരാണ്? ലിനേയസ് ആണ്. അപ്പോൾ എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ പറയുക, ദി സിസ്റ്റം ഓഫ് നെയിമിംഗ് വിത്ത് ടു പാർട്സ് ഓർ ടു കമ്പോണൻസ്. അപ്പോൾ രണ്ട് കമ്പോണൻസോ അല്ലെങ്കിൽ രണ്ട് പാർട്ടുള്ള പേര് കൊടുക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ലിനേയസ് ആണ്. ഇനി നമ്മൾ പ്ലാന്റ്സിനും അനിമൽസിനും ഒക്കെ നമുക്ക് പേര് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പേര് കൊടുക്കാൻ നമുക്ക് വെറുതെ അങ്ങ് പേര് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കുറേ നിയമങ്ങൾ അല്ലെങ്കിൽ കുറേ റൂൾസ് ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സിന് പേര് കൊടുക്കുന്നത് ICBN അനുസരിച്ചാണ്. ICBN എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്നാണ്. അത് എക്സ്പാൻഡ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ICBN നമ്മൾ നേരത്തെ പറഞ്ഞ അതൊരു സംഘടനയല്ല, അതൊരു കുറേ അഗ്രീഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്, ഒരുപാട് നിയമങ്ങളാണ്. അതനുസരിച്ചാണ് പ്ലാന്റ്സിന് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പോൾ ബൊട്ടാണിക്കൽ നെയിംസ് കൊടുക്കുന്നത് ICBN അനുസരിച്ചാണ്. ICBN എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അതേപോലെ അനിമൽസിന് പേര് കൊടുക്കുന്നത് എന്തനുസരിച്ചാണ്? ICZN അനുസരിച്ചാണ്, അതായത് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അത് രണ്ടും പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇത് രണ്ട് സംഘടനയല്ല, ഇത് രണ്ട് അഗ്രീഡ് ആയിട്ടുള്ള കുറേ റൂൾസ് അല്ലെങ്കിൽ കുറേ നിയമ പ്രിൻസിപ്പിൾസ് ആണ്. എന്ത്? ICBN-ഉം ICZN-ഉം. ഇനി അടുത്ത് വരുന്നത് യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. അപ്പോൾ യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് എന്താണ്? എവറി സയന്റിഫിക് നെയിം ഷുഡ് ഹാവ് ടു പാർട്സ്. ഓരോ സയന്റിഫിക് നെയിമിനും രണ്ട് പാർട്ട് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പാർട്ട് ഈസ് ദി ജീനസ് നെയിം ആൻഡ് ദി സെക്കൻഡ് പാർട്ട് ഈസ് ദി സ്പീഷീസ് നെയിം. ആദ്യത്തെ പാർട്ടിന് നമ്മൾ ജനറിക് നെയിം അല്ലെങ്കിൽ ജീനസ് നെയിം എന്നും രണ്ടാമത്തെ പാർട്ടിന് നമ്മൾ സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നും പറയും. ഇനി ജീനസ് നെയിം രണ്ടാമത്തെ നിയമമാണ്, ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലും സ്പീഷീസ് നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്ററിലുമാണ്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞു എവറി സയന്റിഫിക് നെയിം ഷുഡ് ഹാവ് ടു പാർട്സ്. ഓരോ സയന്റിഫിക് നെയിംസിനും രണ്ട് പാർട്ട് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് ജനറിക് നെയിം ആൻഡ് ദി സെക്കൻഡ് പാർട്ട് ഈസ് കോൾഡ് സ്പീഷീസ് നെയിം. ആൻഡ് ജീനസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, സ്പീഷീസ് നെയിം സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാൻജിഫറ ഇൻഡിക്ക. മാൻജിഫറ ഇൻഡിക്കയിൽ മാൻജിഫറയാണ് ജീനസ് നെയിം, അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇൻഡിക്കയാണ് സ്പീഷീസ് നെയിം, അത് സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി ഈ മൂന്നാമത്തേത്, ഈ സയന്റിഫിക് നെയിംസ് എല്ലാം തന്നെ ലാറ്റിൻ ഒറിജിൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യും. താഴെ പ്രിന്റ് ചെയ്തുള്ള ഇറ്റാലിക്സിലാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യും. നമ്മളത് എഴുതുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യും. എഴുതുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്യും. മാൻജിഫറയ്ക്ക് ഒരു അണ്ടർലൈൻ, ഇൻഡിക്കയ്ക്ക് അടുത്ത അണ്ടർലൈൻ, ജീനസ് നെയിമിന് ഒരു അണ്ടർലൈൻ, സ്പീഷീസ് നെയിമിന് അടുത്ത അണ്ടർലൈൻ. അതാണ് മൂന്നാമത്തേത്. ഇനി അടുത്തത്, ഇതിന് ആരാണോ പേര് കൊടുത്തത് ആ പേര് കൊടുത്ത ആളുടെ പേര്, ആ സയന്റിസ്റ്റിന്റെ പേര് നമ്മൾ എന്ത് ചെയ്യും? സ്പീഷീസ് നെയിം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അബ്രിവേറ്റഡ് ഫോമിൽ ചുരുക്ക രൂപത്തിൽ എഴുതി വെക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത്, യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അപ്പൊ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണ്? ദി സിസ്റ്റം ഓഫ് നെയിമിംഗ് വിത്ത് ടു കമ്പോണൻസ്. രണ്ട് പാർട്സ് ഉള്ള പേര് കൊടുക്കുന്ന ആ നെയിമിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അത് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? കോൾ ലിനേയസ് ആണ്. അപ്പൊ അതിന്റെ റൂൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഓരോ സയന്റിഫിക് നെയിമിനും രണ്ട് പാർട്ട് ഉണ്ടായിരിക്കണം. അതിൽ ആദ്യത്തെ പാർട്ടിനെ നമ്മൾ ജീനസ് നെയിം എന്നും രണ്ടാമത്തെ പാർട്ടിനെ നമ്മൾ സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നും പറയും. രണ്ടാമത് പറഞ്ഞു ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം, സ്പീഷീസ് നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്ററിലായിരിക്കണം. അടുത്ത പറഞ്ഞു ഈ സയന്റിഫിക് നെയിംസ് എല്ലാം തന്നെ മിക്കവാറും ഉള്ള എല്ലാ സയന്റിഫിക് നെയിംസും ലാറ്റിൻ ഒറിജിൻ ആയതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. എഴുതുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. ഇനി ലാസ്റ്റ് പറഞ്ഞു, ആരാണോ പേര് കൊടുത്തത്, ഓതേഴ്സ് നെയിം, ആരാണോ ആ പേര് കൊടുത്തത് അയാളുടെ പേരിന്റെ ഒരു ചുരുക്ക രൂപം അബ്രിവേറ്റഡ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പീഷീസ് നെയിം കഴിഞ്ഞിട്ട് എഴുതി വെക്കണം. അപ്പൊ ഹോമോസാപ്പിയൻസ് ലിൻ മീൻസ് ഹോമോജീനസ് നെയിം, സാപ്പിയൻസ് സ്പീഷീസ് നെയിം, ലിൻ എന്ന് വെച്ചാൽ ഓതേഴ്സ് നെയിമാണ്. ആരാണോ ഈ പേര് കൊടുത്തത് അയാളുടെ പേരാണെന്ത്, ഈ ലിനേഴ്സ് ആണ് പേര് കൊടുത്തത്, അതുകൊണ്ട് ലിൻ എന്ന ചുരുക്ക രൂപത്തിൽ എഴുതിയേക്കുന്നു. അപ്പൊ ഇത്രയാണ് യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ICBN നമ്മൾ പറഞ്ഞു, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ബൊട്ടാണിക്കൽ നെയിംസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രീഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. ICZN ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അനിമൽസിന് പേര് കൊടുക്കുന്ന എഗ്രീഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് എന്ത്, ICZN. ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ടാക്സോണമിക് കാറ്റഗറീസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ടാക്സോണമിക് കാറ്റഗറീസ്. ഇവിടെ നമ്മൾ 3 വാക്ക് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, എന്താണ് ടാക്സോണമിക് ഹയറാർക്കി. 2, എന്താണ് ടാക്സോണമിക് കാറ്റഗറി. 3, എന്താണ് ടാക്സോണമി. 3 വാക്കുകളാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം നമുക്ക് ടാക്സോണമിക് ഹയറാർക്കി എന്താണെന്ന് പറയാം. ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറഞ്ഞാൽ, ടാക്സോണമി ഈസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്. ഒരൊറ്റ സ്റ്റെപ്പിലുള്ള പ്രോസസ് അല്ല ടാക്സോണമി. അതിനകത്ത് ഒരുപാട് പ്രോസസ്സുകളുണ്ട്, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും, ടാക്സോണമിയിലെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരു ടാക്സോണമിക് ഹയറാർക്കി ആണ്. അപ്പൊ ടാക്സോണമി ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് അല്ല, ഒരുപാട് സ്റ്റെപ്പുകൾ ചേർന്നതാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പൊ ഈ എല്ലാ സ്റ്റെപ്പുകളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയും. അപ്പോൾ ഓൾ കാറ്റഗറീസ് ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട് എ ടാക്സോണമിക് ഹയറാർക്കി. അപ്പൊ ടാക്സോണമിയിലുള്ള എല്ലാ സ്റ്റെപ്പുകളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് ഹയറാർക്കി. ആ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റെപ്പിനെയും നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയും. അപ്പൊ ഈ 2 വാക്കുകൾ കൃത്യം മനസ്സിലാക്കുക. ടാക്സോണമിക് ഹയറാർക്കി എന്താണ്, ടാക്സോണമിക് കാറ്റഗറി എന്താണ്. അപ്പൊ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ടാക്സോണമിക് ഹയറാർക്കിയിലുള്ള ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറി. മനസ്സിലാക്കുക. ടാക്സോണമിക് ഹയറാർക്കിയിലുള്ള ഓരോ ഇൻഡിവിജ്വൽ സ്റ്റെപ്പിനെയും നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയും. എല്ലാ കാറ്റഗറിയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് ഹയറാർക്കി. ഇപ്പൊ ടാക്സോണമിക് ഹയറാർക്കി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓർഡർ എഴുതി വെക്കുക. ഈ ശ്രേണി, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇതാണ് ടാക്സോണമിക് ഹയറാർക്കി. ഇതിനകത്ത് വരുന്ന ഓരോ സ്റ്റെപ്പും, സ്പീഷീസ് ഒരു സ്റ്റെപ്പാണ്, ജീനസ് അടുത്ത സ്റ്റെപ്പാണ്, ഫാമിലി അടുത്ത സ്റ്റെപ്പാണ്. ആ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയും. ഓക്കെ ആണോ? അപ്പൊ മനസ്സിലാക്കുക, ടാക്സോണമി ഈസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്. ടാക്സോണമി ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് അല്ല, ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ തീർക്കുന്ന പ്രോസസ് അല്ല. അത് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആ എല്ലാ സ്റ്റെപ്പുകളെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് ഹയറാർക്കി. ഏതാണ്? സ്പീഷീസ്, അതിന് മുകളിൽ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇതാണ് ടാക്സോണമിക് ഹയറാർക്കി. ഓൾ കാറ്റഗറീസ് ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട് എ ടാക്സോണമിക് ഹയറാർക്കി. ഇനി ഈ ടാക്സോണമിക് ഹയറാർക്കിയിലുള്ള ഓരോ സ്റ്റെപ്പും ഉണ്ടല്ലോ, സ്പീഷീസ് ഒരു സ്റ്റെപ്പ്, ജീനസ് ഒരു സ്റ്റെപ്പ്. ആ ഓരോന്നിനെയും നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയും. ആ 2 ടൈം മനസ്സിലായോ? ഇനി അടുത്തത് ടാക്സോൺ. ടാക്സോൺ എന്ന് പറഞ്ഞാൽ ഓരോ ടാക്സോണമിക് കാറ്റഗറിയിലും വരുന്ന ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. ഓരോ ടാക്സോണമിക് കാറ്റഗറിയിലും വരുന്ന ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്, അതിനെയാണ് നമ്മൾ ടാക്സോൺ അല്ലെങ്കിൽ ടാക്സ എന്ന് പറയുന്നത്. ഇപ്പൊ സ്പീഷീസ് ഈസ് എ കാറ്റഗറി. സ്പീഷീസ് ഒരു കാറ്റഗറിയാണ്, അറിയാലോ നമുക്ക്. ടാക്സോണമിക് ഹയറാർക്കിയിൽ വരുന്ന ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് സ്പീഷീസ്. അതൊരു കാറ്റഗറിയാണ്, ഒരു സ്റ്റെപ്പാണ്, ഒരു റാങ്ക് ആണ്. അതിനകത്ത് വരുന്ന ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാൻജിഫറ ഇൻഡിക്ക. അപ്പൊ അതിനകത്ത് ഈ മാൻജിഫറ ഇൻഡിക്ക എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസ്, അപ്പൊ അതൊരു ഗ്രൂപ്പ് ഓഫ്, അല്ലെങ്കിൽ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു സ്പീഷീസ്, ആ സ്പീഷീസ് അതൊരു ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം ആണല്ലോ. അപ്പൊ അവിടെ ഈ ഇൻഡിക്ക എന്ന് പറയുന്നത് എന്താണ്? ടാക്സോൺ എന്ന് പറയും. അതാണ് ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം, അതിന് നമ്മൾ ടാക്സോൺ എന്ന് പറയും. അവിടെ സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? കാറ്റഗറിയാണ്. വേറൊരു എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് മമേലിയ. ക്ലാസ് മമേലിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഈ ക്ലാസ് എന്താണ്? ക്ലാസ് കാറ്റഗറി അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ക്ലാസ് ഈസ് എ കാറ്റഗറി. മമേലി എന്താണ്? മമേലിയ ആണല്ലോ അവിടുത്തെ ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം. മാമൽസ് വരുന്ന ഗ്രൂപ്പാണ് മമേലിയ. അപ്പൊ ക്ലാസ് മമേലിയക്കകത്ത് മമേലിയ എന്താണ്? ടാക്സോൺ ആണ്. മമേലിയ ഈസ് എ ടാക്സോൺ ആൻഡ് ഇറ്റ്സ് കാറ്റഗറി ഈസ് ക്ലാസ്. അതിന്റെ റാങ്ക് എന്താണ്? ക്ലാസ് ആണ്. അപ്പൊ ഈ 3 വാക്കുകളും മനസ്സിലായല്ലോ.
അപ്പോൾ 3 വാക്കുകൾ മനസ്സിലാക്കുക. ടാക്സോണമിക് കാറ്റഗറി എന്താണ്, ടാക്സോണമിക് ഹയറാർക്കി എന്താണ്, ടാക്സോൺ എന്താണ്. ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറഞ്ഞാൽ എല്ലാ ടാക്സോണമിക് കാറ്റഗറീസിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ടാക്സോണമിക് ഹയറാർക്കി. ഓൾ ടാക്സോണമിക് കാറ്റഗറീസ് ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട് എ ടാക്സോണമിക് ഹയറാർക്കി. അതായത് ടാക്സോണമിയിലുള്ള എല്ലാ സ്റ്റെപ്പുകളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് ഹയറാർക്കി. ആ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറി. ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ എന്ത് പറയും, ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയും. ഓരോ സ്റ്റെപ്പിനെയും ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയും. ടാക്സോൺ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ഒക്യുപ്പൈങ് ഇൻ എ പർട്ടിക്കുലർ കാറ്റഗറി. ഒരു കാറ്റഗറിക്കകത്ത് വരുന്ന ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസിനെയാണ് നമ്മൾ ടാക്സോൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എക്സാമ്പിൾ ക്ലാസ് മമീലിയ പറഞ്ഞു. ക്ലാസ് മമീലിയ എന്ന് പറയുമ്പോൾ ക്ലാസ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ലാസ് ഈസ് എ കാറ്റഗറി. ടാക്സോണമിക് ഹയറാർക്കിയിൽ വരുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു റാങ്ക് ആണ് എന്ത്, ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലാസ് മമീലിയ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം ഏതാണ്, മമീലിയ എന്ന് പറയുന്നതാണ്. മാമൽസ് വരുന്ന ഗ്രൂപ്പാണ് മമീലിയ. അപ്പൊ ഇവിടുത്തെ കാറ്റഗറി ഏതാണ്, ക്ലാസ് ആണ്. ടാക്സോൺ ഏതാണ്, മമീലിയ ആണ്. ഓക്കെ. ഇപ്പൊ ക്ലാസ് അല്ലെങ്കിൽ അതിനെ കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയും. ഇപ്പം ഒരു രാജു ഒരു കോളേജിന്റെ പ്രിൻസിപ്പൾ ആണ്. അപ്പൊ അവിടുത്തെ ടാക്സോൺ എന്ന് പറയുന്ന ലിവിംഗ് ഓർഗാനിസം ആരാണ്, രാജു ആണല്ലോ. അപ്പൊ രാജു ആണ് എന്താ, ടാക്സോൺ. അപ്പൊ രാജുവിന്റെ റാങ്ക് എന്താണ്, പ്രിൻസിപ്പൾ എന്നുള്ളതാണല്ലോ. അതിനെയാണ് കാറ്റഗറി എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ 3 വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ടാക്സോണമിയിൽ വരുന്ന എല്ലാ സ്റ്റെപ്പുകളെയും ചേർത്ത് പറയുന്ന പേരാണ് ടാക്സോണമിക് ഹയറാർക്കി. ഓൾ കാറ്റഗറീസ്, എല്ലാ കാറ്റഗറീസിനെയും ചേർത്ത് പറയുന്ന പേരാണ് ടാക്സോണമിക് ഹയറാർക്കി. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇതിൽ വരുന്ന ഓരോ ഇൻഡിവിജ്വൽ സ്റ്റെപ്പിനെയും നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയും. സ്പീഷീസ് ഈസ് എ കാറ്റഗറി, ജീനസ് ഈസ് എ കാറ്റഗറി, ഫൈലം ഈസ് എ കാറ്റഗറി, കിങ്ഡം ഈസ് എ കാറ്റഗറി. ഇനി ഈ ഓരോ കാറ്റഗറിയിലും വരുന്ന ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് അതിനെയാണ് നമ്മൾ ടാക്സോൺ എന്ന് പറയുന്നത്. ക്ലാസ് മമീലിയ എന്ന് പറയുന്ന ക്ലാസ്. അതിനകത്ത് ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം ഏതാണ്, മമീലിയ എന്ന് പറയുന്നതാണ്. അപ്പൊ മമീലിയ എന്താണ്, അതൊരു ടാക്സോൺ ആണ്. ക്ലാസ് എന്ന് പറയുന്നത് അതിന്റെ റാങ്ക് ആണ്. അപ്പൊ ക്ലാസ് അതിന്റെ കാറ്റഗറി ആണ്. അല്ലെങ്കിൽ കിങ്ഡം അനിമേലിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം ഏതാണ്, അനിമേലിയ എന്നുള്ളതാണ്. അപ്പൊ അനിമേലിയ എന്താണ്, ഒരു ടാക്സോൺ ആണ്. ഏറ്റവും ഹയസ്റ്റ് ടാക്സോൺ ആണ് അനിമേലിയ. അതിന്റെ റാങ്ക്, അതിന്റെ കാറ്റഗറി എന്താണ്, അനിമേലിയ ഒരു ഫാമിലി ആണോ, അല്ലല്ലോ. അനിമേലിയ ഒരു ക്ലാസ് ആണോ, അല്ലല്ലോ. അനിമേലിയ എന്താണ്, കിങ്ഡം ആണ്. അപ്പൊ ആ കിങ്ഡം ആണ് എന്ത്, കാറ്റഗറി എന്ന് പറയുന്നത്. അനിമേലിയ എന്താണ്, കിങ്ഡം അനിമേലിയ എന്ന് പറയുമ്പോൾ അനിമേലിയ അതിന്റെ ടാക്സോണും കിങ്ഡം എന്ന് പറയുന്നത് അതിന്റെ റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറിയുമാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ. അപ്പൊ ഇത് എക്സാമ്പിൾസ് ആണ്. ഇത് നമ്മൾ നോട്ട്സിനകത്ത് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ. ഇപ്പം ഹോമോസാപ്പിയൻസ്, ഹ്യൂമൻ ബീയിങ്സിന്റെ ടാക്സോണമിക് ഹയറാർക്കിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം സ്പീഷീസ് സാപ്പിയൻസ് ആണ്, ജീനസ് ഹോമോ, ഫാമിലി ഹൊമിനിഡ്, ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മമീലിയ, ഫൈലം കോഡേറ്റ, കിങ്ഡം അനിമേലിയ. ടാക്സോണമിക് ഹയറാർക്കി നമ്മൾ പഠിച്ചു. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ. അനിമൽസിന്റെ കേസിൽ നമ്മൾ ഫൈലം പറയും, പ്ലാന്റ്സിന്റെ കേസിലാണ് ഡിവിഷൻ പറയുന്നത്. പിന്നെ കിങ്ഡം. ഇതാണ് ഹ്യൂമൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഓരോ ടാക്സോണമിക് കാറ്റഗറീസിനെയും കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനകത്ത് ഏറ്റവും ബേസിക് ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ആരാണ്, സ്പീഷീസ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് സ്പീഷീസ് എന്ന് പഠിക്കണം. അപ്പോൾ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് closely related organisms capable of interbreeding to produce fertile offsprings എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിമിലാരിറ്റീസ് ഉള്ള ഓർഗാനിസംസിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്പീഷീസ്? ഏറ്റവും കൂടുതൽ സിമിലാരിറ്റീസ് ഉള്ള, സാമ്യങ്ങളുള്ള ഓർഗാനിസംസിന്റെ ഗ്രൂപ്പാണ് സ്പീഷീസ്. ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത, അതിനകത്തുള്ള എല്ലാ ആൾക്കാരും എന്തായിരിക്കും, അവർക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. അതിനെയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമതൊരു കണ്ടീഷൻ പറയുന്നത്, ഒരേ സ്പീഷീസിലുള്ള ആൾക്കാർ തമ്മിൽ മേറ്റ് ചെയ്താൽ മാത്രമേ ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് ഉണ്ടാവുകയുള്ളൂ. ഒരേ സ്പീഷീസിലുള്ള ആൾക്കാർ തമ്മിൽ മേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, ഫെർട്ടൈൽ ഓസ്പ്രിങ്സ് ഉണ്ടാവുകയുള്ളൂ. ഇനി അങ്ങനെ അല്ലാത്ത കേസസ് ഉണ്ട്. ഡിഫറെന്റ് സ്പീഷീസുകൾ തമ്മിൽ മേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സിന് എന്തുണ്ടാവില്ല, ഫെർട്ടിലിറ്റി ഉണ്ടാവില്ല. എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ് ലൈഗർ, അല്ലെങ്കിൽ നമ്മൾ ഹിന്നി അല്ലെങ്കിൽ മ്യൂള് പഠിച്ചു.
അപ്പം മ്യൂളിന്റെ പ്രത്യേകത ഹോഴ്സും ഡോങ്കിയും കൂടെ മേറ്റ് ചെയ്യുമ്പോൾ രണ്ടിനും ഡിഫറെന്റ് സ്പീഷീസ് ആണ്. അവർ മേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ ഹിന്നിയും ഈ മ്യൂളും. അപ്പോൾ അവർ രണ്ട് സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ എന്തില്ല, ഇവർക്ക് ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സിന് എന്തില്ല, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല, അവർ സ്റ്റെറൈലാണ്. അപ്പോൾ സ്പീഷീസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് വരുന്ന ഗ്രൂപ്പാണ് സ്പീഷീസ്. ഒരേ സ്പീഷീസിലുള്ള ആൾക്കാർ തമ്മിൽ മേറ്റ് ചെയ്താൽ മാത്രമേ ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയാണ്, ഏറ്റവും സ്പെസിഫിക് കാറ്റഗറിയാണ് ഏത്, സ്പീഷീസ്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. മാംഗോ ആണെങ്കിൽ ജനറിക് നെയിം മാഞ്ചിഫറ, സ്പെസിഫിക് എപ്പിത്തലൽ സ്പീഷീസ് നെയിം ഇൻഡിക്ക, പൊട്ടറ്റോ സൊളാനം ട്യൂബറോസം. അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാം ഒന്ന് പഠിച്ചു വെക്കുക, നോട്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എല്ലാത്തിൻ്റെയും സയന്റിഫിക് നെയിം കിട്ടുമല്ലോ. മാൻ ആണെങ്കിൽ ഹോമോ സാപ്പിയൻസ്, ലിയോപാഡ്, പാന്തേറ പാഡസ്, പാന്തേറ ലിയോ, പാന്തേറ ടൈഗ്രിസ്, സൊളാനം മെലഞ്ചീന. ടൊമാറ്റോ ആണെങ്കിൽ സൊളാനം ലൈക്കോപേഴ്സിക്കം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ സ്പീഷീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്പീഷീസ് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മോസ്റ്റ് സിമിലർ ഓർഗാനിസംസ്. ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ള ഓർഗാനിസംസിന്റെ ഗ്രൂപ്പാണ് സ്പീഷീസ്. ഒരേ സ്പീഷീസിലുള്ള ആൾക്കാർ തമ്മിൽ മേറ്റ് ചെയ്താൽ മാത്രമേ ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയാണ്. ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഏറ്റവും സ്പെസിഫിക് കാറ്റഗറി ഏതാണ്? സ്പീഷീസ് ആണ്. ഓക്കെ, സ്പീഷീസ് മനസ്സിലായല്ലോ. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസ്. ഇനി ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. ജീനസ് എന്തായിരിക്കും? ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. ഒരേപോലുള്ള സ്പീഷീസുകൾ ചേരുമെന്നുണ്ടാവും, ജീനസ് ഉണ്ടാവും. അങ്ങനെ പഠിച്ചാൽ മതി. ജീനസ് എന്താണ്? ഇറ്റ് ഈസ് ദി ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആണ് ജീനസ്. ഇപ്പോൾ ടൈഗ്രിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. പാർഡസ് ലിയോപാഡിന്റെ അതൊരു സ്പീഷീസ് ആണ്. ലയൺ അത് ലിയോ വേറൊരു സ്പീഷീസ് ആണ്. ഈ മൂന്ന് സ്പീഷീസ് മൂന്ന് ഡിഫറെന്റ് സ്പീഷീസ് ആണ്. പക്ഷേ ഈ മൂന്ന് ആൾക്കാരും തമ്മിൽ എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് ആൾക്കാരെ എന്ത് ചെയ്തു? ഒരൊറ്റ ജീനസിൽ ഉൾപ്പെടുത്തി. ഏതാണ് ജീനസ്? ജീനസ് പാന്തേറ. ജീനസ് ഏതാണ്? പാന്തേറ. അപ്പോൾ പാന്തേറ എന്ന് പറയുന്ന ടാക്സോണും ജീനസ് എന്ന് പറയുന്നത് കാറ്റഗറിയുമാണ്. അപ്പോൾ മനസ്സിലാക്കുക, എന്താണ് നമ്മൾ പറഞ്ഞത്? ടൈഗർ ഒരു സ്പീഷീസ്, ലിയോപാഡ് ഒരു സ്പീഷീസ്, ലയൺ വേറൊരു സ്പീഷീസ്. ഇവർ മൂന്ന് ഡിഫറെന്റ് സ്പീഷീസ് ആണ്. പക്ഷേ ഈ മൂന്ന് ആൾക്കാരും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടല്ലേ, അവരുടെ ഷേപ്പിലും അവരുടെ സൗണ്ടിലും അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റിൽ, അവരുടെ ക്ലോസ്, അതിലൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് ആൾക്കാരെയും ചേർത്തിട്ട് ഒരൊറ്റ ജീനസ് കൊണ്ടുവന്നതാണ് ജീനസ് പാന്തേറ. അപ്പം ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കൺസ്റ്റിറ്റ്യൂട്ട് എ ജീനസ്. അപ്പോൾ ഒരേപോലെയുള്ള ജീനസുകൾ ചേരുമ്പോഴുണ്ടാവും ഫാമിലീസ് ഉണ്ടാവും. ഒരേപോലെയുള്ള ജീനസുകൾ ചേരുമ്പോഴുണ്ടാവും ഫാമിലീസ് ഉണ്ടാവും. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനേറ ടുഗദർ ഫോംസ് എ ഫാമിലി. എക്സാമ്പിൾ പറഞ്ഞാൽ ജീനസ് പാന്തേറ നമ്മൾ പറഞ്ഞു. കടുവയും സിംഹവും പുലിയും ഒക്കെ വരുന്ന ജീനസാണ് പാന്തേറ. ഇനി ക്യാറ്റ് ഉണ്ട്, ഫെലിസ് ഡൊമസ്റ്റിക്കസ്. അതൊരു ഒരൊറ്റ സ്പീഷീസ് ആണ്. അപ്പോൾ അത് വരുന്നൊരു ജീനസ് ആണ് എന്ത്? ഫെലിസ് എന്ന് പറഞ്ഞ ജീനസിനകത്താണ് ക്യാറ്റ് വരുന്നത്. അപ്പോൾ ഈ ക്യാറ്റും ഈ പാന്തേറ ജീനസും നോക്കുമ്പോൾ രണ്ട് ആൾക്കാരും തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ടല്ലോ. നമ്മൾ മാർജാര കുടുംബം എന്നല്ലേ പറയുന്നത്. അപ്പോൾ കടുവയും പൂച്ചയും ഒക്കെ ആയിട്ട് എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരൊറ്റ ഫാമിലിയിൽ ഉൾപ്പെടുത്തി. ഏതാണ്? ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലി. അപ്പോൾ ഇവിടെ എന്താണ്? ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിക്കകത്ത് പാന്തേറ എന്ന് പറയുന്ന ജീനസും വരുന്നുണ്ട്, പൂച്ച ഉൾപ്പെടുന്ന ഫെലിസ് എന്ന് പറയുന്ന ജീനസും വരുന്നുണ്ട്. അപ്പം ഒരേപോലെയുള്ള ജീനസുകൾ ചേരുമ്പോഴുണ്ടാവും ഫാമിലി ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫാമിലി ഈസ് എ കാറ്റഗറി. അപ്പോൾ ഫാമിലി ഫെലിഡേ എന്ന് പറയുമ്പോൾ അവിടുത്തെ ടാക്സോൺ ഏതാണ്? ഫെലിഡേ ആണ് ടാക്സോൺ. ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം ഏതാണ്? ഫെലിഡേ ആണ്. അതൊരു ടാക്സോണും ഫാമിലി എന്ന് പറഞ്ഞാൽ കാറ്റഗറിയുമാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഫാമിലീസ് ചേരുമ്പോഴുണ്ടാവും ഗ്രൂപ്പ് ഓഫ് സിമിലർ ഫാമിലീസ് ടുഗദർ ഫോംസ് ഓർഡർ. ഒരേപോലുള്ള ഫാമിലീസ് ചേരുമ്പോഴുണ്ടാവും ഓർഡർ ഉണ്ടാവും. ഇപ്പം നമ്മൾ പറഞ്ഞു പൂച്ച, കടുവ, സിംഹം, പുലി, ഇവർ 4 പേരും എന്താണ്? ഒരു ഫാമിലിയാണ്. ഇനി ഓർഡറിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പട്ടി, കാനഡ എന്ന് പറയുന്ന ഫാമിലിക്കകത്താണ് പട്ടി വരുന്നത്. ഈ പട്ടിയും ഈ പറയുന്ന ഫെലിഡേക്കകത്ത് വരുന്ന കടുവയും പുലിയും സിംഹവും ഒക്കെ എന്താണ്? കാർണിവോഴ്സ് ആണ്, മാംസാഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ തമ്മിൽ ആ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് അവരെ എന്ത് ചെയ്തു? ഒരൊറ്റ ഓർഡറാക്കി മാറ്റി. ഓർഡർ എന്താണ്? കാർണിവോറ. ഓർഡർ കാർണിവോറ. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഫാമിലികൾ ചേരുമ്പോൾ ഉണ്ടാവും ഓർഡർ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബേസിക് യൂണിറ്റ്, ഏറ്റവും സ്പെസിഫിക് യൂണിറ്റ് ഈസ് എ സ്പീഷീസ്. ഗ്രൂപ്പ് ഓഫ് സിമിലർ സ്പീഷീസ് ഫോംസ് ജീനസ്. ഒരേപോലുള്ള ജീനസുകൾ ചേരുമ്പോൾ ഫാമിലി. ഒരേപോലുള്ള ഫാമിലീസ് ചേരുമ്പോൾ ഓർഡർ ഉണ്ടാവും. ഇനി ഒരേപോലുള്ള ഓർഡറുകൾ ചേരുമ്പോൾ ഉണ്ടാവും ക്ലാസ് ഉണ്ടാവും.
അസംബ്ലേജ് ഓഫ് റിലേറ്റഡ് ഓർഡേഴ്സ്, ഒരേപോലെയുള്ള ഓർഡേഴ്സ് ചേരുമ്പോൾ ഉണ്ടാവും ക്ലാസ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ രണ്ടാമത് നോക്കിയേ, ഓർഡർ പ്രൈമേറ്റ് എന്ന് പറയുന്ന ഓർഡറാണ്. ഹ്യൂമൻസും ഏപ്സും ഒക്കെ വരുന്ന ഓർഡറാണ് പ്രൈമേറ്റ. അതുപോലെ ഇവർ ഈ കടുവ, പുലി, സിംഹം, പൂച്ച, പട്ടിയൊക്കെ വരുന്നതാണ് കാർണിവോറ. അപ്പോൾ ഈ കാർണിവോറ എന്ന് പറയുന്ന ഓർഡറും പ്രൈമേറ്റ് എന്ന് പറയുന്ന ഓർഡറും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം ആ സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു, ഇവർ ഒരൊറ്റ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തി, ക്ലാസ് മമീലിയ. അപ്പോൾ ക്ലാസ് മമീലിയക്കകത്താണ് ആരൊക്കെ, ഹ്യൂമൻ ബീയിങ്സും ഏപ്സും ഈ പറയുന്ന കടുവയും സിംഹവും പുലിയും പട്ടിയും പൂച്ചയും ഒക്കെ വരുന്ന ഏതാണ്, ക്ലാസ് മമീലിയക്കകത്താണ്. അപ്പോൾ ഒരേപോലെയുള്ള ഓർഡേഴ്സ് ചേരുമ്പോൾ എന്തുണ്ടാവും, ക്ലാസ്സുകൾ ഉണ്ടാവും. ക്ലാസ് എന്താണ്, എക്സാമ്പിൾ മമീലിയ. ഇനി ഒരേപോലെയുള്ള ക്ലാസ്സുകൾ ചേരുമ്പോൾ എന്തുണ്ടാവും, ഒരേപോലെയുള്ള ക്ലാസ്സുകൾ ചേരുമ്പോൾ ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. ഫൈലം നമ്മൾ പറയുന്ന അനിമൽസിന്റെ കേസിലും ഡിവിഷൻ പറയുന്നത് പ്ലാന്റ്സിന്റെ കേസിലുമാണ്. അപ്പോൾ ഒരേപോലെയുള്ള ക്ലാസ്സുകൾ ചേരുമ്പോൾ ഫൈലം ഉണ്ടാവും അല്ലെങ്കിൽ ഡിവിഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ക്ലാസ് മമീലിയ മാത്രമല്ല, ക്ലാസ് ഏവ്സ് ഉണ്ട്. ബേർഡ്സ് വരുന്നതാണ് ക്ലാസ് ഏവ്സ്, റെപ്റ്റൈൽസ് വരുന്ന ക്ലാസ് റെപ്റ്റീലിയ, പിന്നെ ആംഫീബിയൻസ് വരുന്ന ക്ലാസ് ആംഫീബിയൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ ചേരുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, ഫൈലം എന്ന് പറയും. അനിമൽസിന്റെ കേസിൽ, പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ അതിന് ഡിവിഷൻ എന്ന് പറയും. ഇപ്പോൾ ക്ലാസ് ഡൈക്കോട്ടിൽ തന്നെ ഉണ്ട്, ക്ലാസ് മോണോക്കോട്ടിൽ തന്നെ ഉണ്ട്. അതിനോട് ചേരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള സിമിലർ ക്ലാസ്സിനെ എന്ത് പറയും, ഡിവിഷൻ എന്ന് പറയും. ഡിവിഷൻ ആൻജിയോസ്പെർമയുണ്ട്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പം ഏറ്റവും ബേസിക് കാറ്റഗറിയാണ് സ്പീഷീസ്. ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ള ഓർഗാനിസംസിന്റെ ഗ്രൂപ്പാണ് സ്പീഷീസ്. ഏറ്റവും സ്പെസിഫിക് ഗ്രൂപ്പാണ് ഇത് സ്പീഷീസ്. ഒരേപോലെയുള്ള സ്പീഷീസുകൾ ചേരുമ്പോൾ ജീനസ് ഉണ്ടാവും. ഒരേപോലെയുള്ള ജീനസുകൾ ചേരുമ്പോൾ ഫാമിലി ഉണ്ടാവും. ഒരേപോലെയുള്ള ഫാമിലികൾ തമ്മിൽ ചേരുമ്പോൾ ഓർഡർ ഉണ്ടാവും. ഒരേപോലെയുള്ള ഓർഡേഴ്സ് ചേരുമ്പോൾ ക്ലാസ് ഉണ്ടാവും. ഒരേപോലെയുള്ള ക്ലാസ്, അപ്പോൾ ഒരേപോലെയുള്ള ക്ലാസ്സുകൾ ചേരുമ്പോഴാണ് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻസ് ഉണ്ടാവുന്നത്. ഇനി ഒരേപോലെയുള്ള ഫൈലംസ് അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഡിവിഷൻസ് ചേരുമ്പോഴാണ് ഉണ്ടാവുന്നത് കിങ്ഡം ഉണ്ടാവുന്നത്. ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയാണ്, ഏറ്റവും മോസ്റ്റ് ഇൻക്ലൂസീവ് ഗ്രൂപ്പാണ്, ഇതെല്ലാവരും ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പാണ് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സിമിലാരിറ്റീസ് ഉള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഫൈലംസ് അല്ലെങ്കിൽ ഡിവിഷൻസ് ചേരുമ്പോൾ ഉണ്ടാവും കിങ്ഡം ഉണ്ടാവും. ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയാണ് കിങ്ഡം. കിങ്ഡം അനിമേലിയ ഉണ്ട്, കിങ്ഡം പ്ലാന്റ് ഉണ്ട്. സിമ്പിൾ ആണ്. അപ്പം ഏറ്റവും ബേസിക് യൂണിറ്റ് സ്പീഷീസ്, ജീനസുകൾ ചേരുമ്പോൾ ഫാമിലി, ഫാമിലീസ് ചേരുമ്പോൾ ഓർഡർ ചേരുമ്പോൾ ക്ലാസ് ചേരുമ്പോൾ ഫൈലം ഓർ ഡിവിഷൻസ് ചേരുമ്പോൾ കിങ്ഡം. ഇത്രയാണ് ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ടൈഗറിന്റെ ടാക്സോണമി ഹയറാർക്കിയാണ് എഴുതിയിരിക്കുന്നത്. സ്പീഷീസ് ടൈഗേഴ്സ്, ജീനസ് പാൻതേറ, ഫാമിലി ഫെലിഡെ, ഓർഡർ കാർണിവോറ, ക്ലാസ് മമേലിയ, ഫൈലം കോഡേറ്റ, കിങ്ഡം അനിമേലിയ. ഇത് നോക്കി വെക്കുക. നെക്സ്റ്റ്, ഈ ഒരു ടേബിളും നിങ്ങളെ ബുക്കിനകത്തേക്ക് വരച്ച് വെക്കുക. അതിനകത്ത് അത് എഴുതി പഠിക്കുക. അപ്പോൾ മാൻ, ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ്, ഇതിൻ്റെ നാലിൻ്റെയും കാറ്റഗറീസ് ടാക്സോണമി ഹയറാർക്കിയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് പഠിച്ച് വെക്കുക. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹൗസ് ഫ്ലൈയുടെ ഓർഡർ ചോദിച്ചിട്ടുണ്ട്, ഇപ്റ്റീറ, ഫാമിലി, മസിഡേ, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1 by 1 ആയിട്ട് ഇത് പഠിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് പറയും. അപ്പോൾ എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാക്സോണമിക്കൽ സ്റ്റഡീസിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ടൂൾസ് ഉണ്ട്. അതിനെയാണ് ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് പറയുന്നത്. ദേ ആർ ദി ടൂൾസ് യൂസ്ഡ് ഫോർ ടാക്സോണമിക്കൽ സ്റ്റഡീസ്. ടാക്സോണമിക്കൽ സ്റ്റഡീസിന് യൂസ് ചെയ്യുന്ന കുറേ ടൂൾസ്, അതിനെയാണ് ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദേ ആർ സം ടെക്നിക്സ്, സം പ്രൊസീജിയേഴ്സ് ഓർ സം സ്റ്റോർഡ് ഇൻഫോർമേഷൻസ് ദാറ്റ് ആർ യൂസ്ഫുൾ ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. അപ്പോൾ ഓർഗാനിസംസിൻ്റെ ക്ലാസിഫിക്കേഷനും അവരുടെ ഐഡൻറ്റിഫിക്കേഷനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റോർഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ട്. അവരെയാണ് നമ്മൾ ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ എഴുതുക, എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് ചോദിച്ചാൽ, ദേ ആർ സം ടെക്നിക്സ് ഓർ പ്രൊസീജിയേഴ്സ് or some stored informations that are useful in the identification and classification of organisms. ഓർഗാനിസംസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും അവരുടെ ക്ലാസിഫിക്കേഷനും സഹായിക്കുന്ന കുറച്ച് ടെക്നിക്സ് അല്ലെങ്കിൽ കുറച്ച്
സ്റ്റോർഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ്, അതിനെയാണ് നമ്മൾ ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാടെണ്ണമുണ്ട്. ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഉണ്ട്, സുവോളജിക്കൽ പാർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഹെർബേറിയം. അപ്പോൾ ഹെർബേറിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, pressed and mounted on sheets and are arranged in accordance with any of the accepted system of classification. ഒന്നുമില്ല, നമ്മൾ പ്ലാന്റ് സ്പെസിമെൻസിനെ കളക്ട് ചെയ്യുന്നു. പ്ലാന്റ് സ്പെസിമെൻസിനെ കളക്ട് ചെയ്ത് ഒരു ടിഗായിട്ട് കളക്ട് ചെയ്യും. ടിഗ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവർ, 2 ലീഫ്, ഒരു തണ്ട്, അങ്ങനെയുള്ള ടിഗായിട്ട് കളക്ട് ചെയ്തിട്ട് ആ ടിഗിന് നമ്മൾ പ്ലാന്റ് പ്രസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനകത്ത് വെച്ച് പ്രസ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ അതിനെ എടുക്കും. ആ പ്ലാന്റ് സ്പെസിമെൻസിനെ എടുത്തിട്ട് അതിന് നമ്മളൊരു ഹെർബേറിയം എന്ന് പറയുന്ന ഷീറ്റുണ്ട്, ആ ഷീറ്റിനകത്ത് ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഷീറ്റിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം, അതിൻ്റെ ലോക്കൽ നെയിം, കളക്ട് ചെയ്ത ആളുടെ പേര്, കളക്ട് ചെയ്ത ഏരിയ, കളക്ട് ചെയ്ത ഡേറ്റ്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ആ ഷീറ്റിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് എഴുതി വെക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ ഹെർബേറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഹെർബേറിയം ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് മൗണ്ടഡ് ഓൺ ഷീറ്റ്സ്. നമ്മൾ പ്ലാന്റ് സ്പെസിമെൻസിനെ കളക്ട് ചെയ്ത് ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് ഷീറ്റിൽ ഒട്ടിച്ച് സൂക്ഷിക്കും. ഇനി അവരെങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഇപ്പം നമ്മുടെ കയ്യിൽ 100 ഹെർബേറിയം ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ അടുക്കടിക്ക് വെക്കില്ല. അതിനെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? അതിന് ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഓർഡർ അനുസരിച്ചാണ് അറേഞ്ച് ചെയ്യുന്നത്. ഫാമിലിയുടെ ഓർഡർ, ആ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഫാമിലീസിൻ്റെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ അവരെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ പ്ലാന്റ് സ്പെസിമെൻസിനെ ഹെർബേറിയം ഷീറ്റിനകത്ത് ഒട്ടിച്ച് സൂക്ഷിക്കുന്ന ആ ഒരു ഏരിയയാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. മിക്കവാറും കോളേജുകളിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ എന്തുണ്ടാവും? ഹെർബേറിയം ഉണ്ടാവും. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഫർദർ റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഹെർബേറിയം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആണ്. രണ്ടാമത്തെ ടാക്സോണമിക്കൽ എയ്ഡ് ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ ലിവിങ് പ്ലാന്റ്സിനെ വളർത്തുന്ന ഒരു ഏരിയയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്. നമ്മൾ സ്റ്റഡിക്കും റെഫറൻസിനും വേണ്ടിയിട്ട് ലിവിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉള്ള ഒരു ഏരിയയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്. അവിടെ എന്തൊക്കെയുണ്ട്? പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്, പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷൻ ഉണ്ട്, പ്ലാന്റ്സിൻ്റെ പ്രിസർവേഷൻ ഉണ്ട്, പിന്നെ പ്ലാന്റ്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. ഇതൊക്കെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ഡെഡിക്കേറ്റഡ് ടു ദി കളക്ഷൻ, പ്രിസർവേഷൻ, കൾട്ടിവേഷൻ ആൻഡ് ഡിസ്പ്ലേ ഓഫ് പ്ലാന്റ്സ് വിത്ത് ലേബിൾഡ് ബൊട്ടാണിക്കൽ നെയിംസ്. ആ ഓരോ പ്ലാന്റിന് എന്ത് ചെയ്തിരിക്കും? അവരുടെ ബൊട്ടാണിക്കൽ നെയിംസ് കൂടി ലേബിൾ ചെയ്തിരിക്കും. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പ്രത്യേകത, അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന്, അവിടെ എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം. ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം, മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷൻ ഉണ്ടായിരിക്കണം, കാക്ടസ് ഉണ്ടായിരിക്കണം, പിന്നെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ ഉണ്ടായിരിക്കണം, ബൊട്ടാണിക്കൽ ഗാർഡൻസിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്തായിരിക്കണം? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം, റിസർച്ചിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടി ആയിരിക്കണം. അതുപോലെ അവിടെ ഹെർബേറിയംസ് ഉണ്ടായിരിക്കണം, ലൈബ്രറി ഉണ്ടായിരിക്കണം. പിന്നെ റിസർച്ചിൽ അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ലൈഫിൽ ഇൻട്രസ്റ്റ് ഉള്ള കോമൺ പീപ്പിളിന് അവിടെ കയറാനും കാണാനും പഠിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കണം, ബൊട്ടാണിക്കൽ ഗാർഡൻസിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി ഫേമസ് ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഏതൊക്കെയാണ്? റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യൂ ഇംഗ്ലണ്ടിലാണ്, ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറയിലാണ്, അതുപോലെ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിൽ. പിന്നെ നമ്മുടെ അടുത്ത് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട്, JNTBGR, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹെർബേറിയം പറഞ്ഞു. ഹെർബേറിയം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സ്പെസിമെൻസിനെ കളക്ട് ചെയ്ത് പ്രസ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഷീറ്റിൽ ഒട്ടിച്ച് സൂക്ഷിക്കുന്ന ഒരു ഏരിയയാണ് ഹെർബേറിയം. ഷീറ്റിൽ ഒട്ടിച്ച് നമ്മൾ സൂക്ഷിക്കും. എങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്? ദേ ആർ അറേഞ്ച്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് എനി ഓഫ് ദി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നോർമലി സ്കൂളുകളിലും കോളേജുകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഹെർബേറിയം. സ്കൂളുകളല്ല, കോളേജുകളിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ച് സ്റ്റേഷൻസിലൊക്കെയാണെന്നുള്ളത് ഹെർബേറിയം ഉള്ളത്. ഇനി നെക്സ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻസ് പറഞ്ഞാൽ ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ്
dedicated to collection, cultivation, preservation, and display of wide range of plants with their labeled names. അവിടെ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ടാവും, അവരുടെ കൾട്ടിവേഷൻ ഉണ്ടാവും, പ്ലാന്റ്സിൻ്റെ പ്രിസർവേഷൻ ഉണ്ടാവും, അതുപോലെ പ്ലാന്റ്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാവും. കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കയറി കാണാനൊക്കെ പറ്റും. ഇടയ്ക്കിടയ്ക്ക് എക്സിബിഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻസിൻ്റെ പ്രത്യേകത അവിടെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. പല തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം. ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം, മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം, എക്സോട്ടിക് പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ പല ടൈപ്പ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ അതൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം, റിസർച്ചിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അതേപോലെ ബൊട്ടാണിക്കൽ ലൈഫിൽ ഇൻട്രസ്റ്റ് ഉള്ള കോമൺ പീപ്പിളിൽ അത് കയറാനും കാണാനും പഠിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കണം, ബൊട്ടാണിക്കൽ ഗാർഡൻസിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി ആ ഓരോ പ്ലാന്റിനെയും എന്ത് ചെയ്യും, ബൊട്ടാണിക്കൽ ഗാർഡൻസിനകത്തുള്ള ഓരോ പ്ലാന്റിനെ എന്ത് ചെയ്യും, ലേബിൾ ചെയ്തിരിക്കും. അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമും ഫാമിലിയും ഒക്കെ വെച്ചിട്ട് ലേബിൾ ചെയ്തിരിക്കും. ഓക്കെ, ഇനി അടുത്ത മ്യൂസിയംസ്. സാധാരണയായിട്ട് നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെയാണ് മ്യൂസിയംസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ കുപ്പിക്കകത്തിട്ട് പാമ്പിനെയും ഒക്കെ വെച്ചേക്കുന്നുണ്ടാവില്ല, അതൊക്കെ മ്യൂസിയംസ് ആണ്. അപ്പം സ്കൂളുകളിലും കോളേജുകളിലുമാണ് കോമൺലി നമ്മൾ മ്യൂസിയംസ് സെറ്റപ്പ് ചെയ്യുന്നത്. മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ് സ്പെസിമെൻസിനെയും ആനിമൽ സ്പെസിമെൻസിനെയും സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയാണ് മ്യൂസിയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, സ്കൂളുകളിലും കോളേജുകളിലുമാണ് എന്തുള്ളത്, മ്യൂസിയംസ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ചില ഓർഗാനിസംസിനെ നമ്മൾ എന്ത് ചെയ്യും, ജാറിനകത്ത് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിനകത്ത് പ്രിസർവേറ്റീവ് സൊല്യൂഷനകത്ത് എന്ത് ചെയ്യും, ഇട്ട് സൂക്ഷിക്കും. അപ്പോൾ പാമ്പിനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ഫോമാലിനകത്ത് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ FA ക്കകത്തൊക്കെ എന്ത് ചെയ്യും, നമ്മളിട്ട് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ നശിച്ചു പോകാതെ ഒരുപാട് കാലം ഇരിക്കും, നമുക്കത് നോക്കി പഠിക്കാൻ പറ്റും. അപ്പോൾ ചില സ്പെസിമെൻസിനെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടെയ്നറിനകത്ത് അല്ലെങ്കിൽ ജാറിനകത്ത് സൂക്ഷിക്കും. ചില സ്പെസിമെൻസിനെ ഡ്രൈഡ് ആയിട്ട് തന്നെ സൂക്ഷിക്കും. ഹെർബേറി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അതുപോലെ തന്നെ ഡ്രൈഡ് ആയിട്ട് എന്ത് ചെയ്യും, പ്ലാന്റ്സിനെ ആനിമൽസിനെയും സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇൻസെക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇൻസെക്ട്സ് ബോക്സസ് ഉണ്ട്. ഇൻസെക്റ്റ് ബോക്സസിനകത്ത് കില്ല് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, പിൻ ചെയ്ത് സൂക്ഷിക്കും. കളക്ട് ചെയ്തിട്ട് കില്ല് ചെയ്ത് പിൻ ചെയ്ത് സൂക്ഷിക്കും. അങ്ങനെയാണ് ഇൻസെക്റ്റിനെ നമ്മൾ സൂക്ഷിക്കുന്നത്. ലാർജർ അനിമൽസും ബേർഡ്സും ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കും. പിന്നെ എല്ലാത്തിൻ്റെയും മിക്കാറുള്ള ഓർഗാനിസംസിൻ്റെയൊക്കെ കിട്ടുന്നതിൻ്റെയൊക്കെ അതിൻ്റെ അസ്ഥികൂടം അല്ലെങ്കിൽ അതിൻ്റെ സ്കെലിറ്റൻസ് എവിടെ ഉണ്ടായിരിക്കും, മ്യൂസിയത്തിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഓർക്കുക, മ്യൂസിയംസ് നോർമലി കാണപ്പെടുന്നത് സ്കൂളുകളിലും കോളേജുകളിലുമാണ്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് പ്ലാന്റ് സ്പെസിമെൻസിൻ്റെയും ആനിമൽ സ്പെസിമെൻസിൻ്റെയും കളക്ഷനാണുള്ളത്. അപ്പോൾ മ്യൂസിയത്തിനകത്തുള്ളത് പ്ലാന്റ് സ്പെസിമെൻസിൻ്റെയും ആനിമൽ സ്പെസിമെൻസിൻ്റെയൊക്കെ കളക്ഷനാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെസിമെൻസിന് ജാറിനകത്തോ കണ്ടെയ്നേഴ്സിനകത്തോ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസിനകത്ത് സൂക്ഷിക്കും. അല്ലെങ്കിൽ അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഡ്രൈഡ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഇൻസെക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ കളക്ട് ചെയ്ത് കില്ല് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ പിന്ന് ചെയ്ത് ഇൻസെക്റ്റ് ബോക്സസിനകത്ത് പിൻ ചെയ്ത് സൂക്ഷിക്കും. ലാർജർ ബേർഡ്സോ അനിമൽസോ ആണെങ്കിൽ സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കും. പിന്നെ അനിമൽസിൻ്റെയൊക്കെ എന്താ സ്കെലിറ്റൻസും ഉണ്ടായിരിക്കും അവിടെ മ്യൂസിയത്തിൽ. ഇനി നെക്സ്റ്റ് സൂ അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്ക്. ഇപ്പോൾ സൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈൽഡ് അനിമൽസിനെ ഹ്യൂമൻ കെയർ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് വളർത്തുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സൂ എന്ന് പറയും. എത്രയേ ഉള്ളൂ, ദി പ്ലേസസ് വെയർ വൈൽഡ് ആനിമൽസ് ആർ കെപ്റ്റ് അണ്ടർ ഹ്യൂമൻ കെയർ. ഹ്യൂമൻ കെയർ കൊടുത്ത് നമ്മൾ വൈൽഡ് അനിമൽസിനെ, ലൈവായിട്ടുള്ള വൈൽഡ് അനിമൽസിനെ സൂക്ഷിക്കുന്ന ഏരിയ അല്ലെങ്കിൽ അവിടെ വളർത്തുന്ന ഏരിയയാണ് എന്ത്, സൂ എന്ന് പറയുന്നത്. അതിൻ്റെ ഉപയോഗം എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു ലേൺ അബൌട്ട് ദെയർ ഫുഡ് ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ. അവരുടെ ഫുഡ് ഹാബിറ്റും ബിഹേവിയറും മനസ്സിലാക്കാനാണ് എന്ത് സഹായിക്കുന്നത്, സുവോളജിക്കൽ പാർക്കുകൾ സഹായിക്കുന്നത്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എന്താണ് ടാക്സോണമിക്കൽ കീ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പോലൊരു സംഭവമല്ല ടാക്സോണമിക്കൽ കീ. അപ്പോൾ ടാക്സോണമിക്കൽ കീ എന്ന് പറഞ്ഞാൽ അത് ബുക്കിനകത്ത് എഴുതി വെച്ചേക്കുന്ന കുറേ സെൻറ്റൻസുകളാണ്. ആ സെൻറ്റൻസുകൾ വെച്ചിട്ട് നമുക്ക് ഓർഗാനിസംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് എ ടാക്സോണമിക്കൽ എയ്ഡ് യൂസ്ഡ് ഫോർ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ഓർഗാനിസംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടാക്സോണമിക്കൽ എയ്ഡ് ആണെന്ത്, കീ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്യാരക്ടേഴ്സ്. എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടേഴ്സ്, ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. ഓർഗാനിസംസിൻ്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും അനുസരിച്ചാണ് നമ്മൾ ഓർഗാനിസംസിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, കീ ഈസ് എ ടാക്സോണമിക്കൽ ടൂൾ യൂസ്ഡ് ഫോർ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ഇറ്റ് ഈസ് ജനറലി ബേസ്ഡ് ഓൺ ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. സാമ്യങ്ങളും വ്യത്യാസങ്ങളും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഗാനിസംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
ഈ കീ എന്ന് പറയുമ്പോൾ കുറേ സെൻറ്റൻസുകളാണ്. ഈ സെൻറ്റൻസുകളുടെ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകളുടെ പ്രത്യേകത അത് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അത് പെയർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ കീ എന്ന് പറയുന്നത് എന്താണ്? കീ ഈസ് എ സം സ്റ്റേറ്റ്മെൻറ്റ്സ്. കീ എന്താണ്? കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കീ ഈസ് സം സ്റ്റേറ്റ്മെൻറ്റ്സ്. കീ എന്താണ്? കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത അത് കോൺട്രാസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അത് പെയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ക്യാരക്ടേഴ്സ് അതിന് നമ്മൾ കപ്ലെറ്റ് എന്ന് പറയും. കപ്ലെറ്റ് എന്ന് പറയും. കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ക്യാരക്ടേഴ്സിനെ പറയുന്നവരാണ് കപ്ലെറ്റ്. ആ കപ്ലെറ്റിനകത്തുള്ള ഓരോ സെൻറ്റൻസിനെയും നമ്മൾ ലീഡ് എന്ന് പറയും. കപ്ലെറ്റിനകത്തുള്ള ഓരോ സെൻറ്റൻസിന് എന്ത് പറയും? ലീഡ് എന്ന് പറയും. പല ടൈപ്പ് കീസ് ഉണ്ട്. ബ്രാഞ്ചിങ് കീ ഉണ്ട്, ഡൈക്കോട്ടോമസ് കീ ഉണ്ട്, പല ടൈപ്പ് കീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കീ വെച്ചിട്ട് ഞാനത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. കീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടാക്സോണമിക്കൽ എയ്ഡ് യൂസ്ഡ് ഫോർ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ their similarities and dissimilarities. The contrasting pair of characters are called couplets and each statement in a couplet is called lead. ആ കപ്ലെറ്റിലുള്ള ഓരോ സ്റ്റേറ്റ്മെന്റിനെയും നമ്മൾ ലീഡ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇപ്പം ഇത് നോക്കിയാൽ ഫസ്റ്റ് അതൊരു കപ്ലെറ്റ് ആണ്. നമ്മൾ ഒരു ബാക്ടീരിയ ഐഡന്റിഫൈ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കും അത് ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്ന് നോക്കും. ഇവിടെ 2 സെൻറ്റൻസ് എഴുതിയതുണ്ടോ? ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്. രണ്ടും കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറല്ലേ, രണ്ടും ഓപ്പോസിറ്റ് ക്യാരക്ടറല്ലേ. അപ്പോൾ ഗ്രാം നെഗറ്റീവ് അല്ലെങ്കിൽ ഗ്രാം പോസിറ്റീവ്, ഈ രണ്ടിനെയും കൂടെ 1A and 1B ഈ രണ്ടിനും ചേർത്ത് നമ്മളൊരു കപ്ലെറ്റ് എന്ന് പറയും. ഇതാണ് ഒരു കപ്ലെറ്റ്. ഈ കപ്ലെറ്റിലുള്ള 1A ഗ്രാം പോസിറ്റീവ് സെൽസ് എന്നുള്ളത് ഒരു ലീഡാണ്. 1B ഗ്രാം നെഗറ്റീവ് സെൽസ് എന്നുള്ളത് എന്താണ്? അടുത്ത ലീഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു കപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ബാക്ടീരിയ എന്താണ്? ഗ്രാം നെഗറ്റീവ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി, ഗ്രാം പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. എങ്കിൽ നമ്മൾ ഈ ഗ്രാം നെഗറ്റീവ് എന്നുള്ള രണ്ടാമത്തെ ലീഡ് നമുക്ക് ഒഴിവാക്കാം. അതിൻ്റെ താഴേക്കുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിന് താഴേക്ക് കുറേ ക്യാരക്ടേഴ്സും ഇതൊക്കെ ഉണ്ടാവും, അത് നോക്കണ്ട. നമുക്ക് കിട്ടിയ ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്രാം പോസിറ്റീവിൻ്റെ ക്യാരക്ടർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് താഴെ വേറെ ഉണ്ടാവും, അത് നോക്കി പോവാം. ഗ്രാം പോസിറ്റീവ് ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അടുത്ത ക്യാരക്ടർ നോക്കും. ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ അവർ റോഡ് ഷേപ്പ്ഡ് ആൻഡ് നോൺ റോഡ് ഷേപ്പ്ഡ്. അതിന് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ അല്ലേ? റോഡ് ഷേപ്പ്ഡും നോൺ റോഡ് ഷേപ്പ്ഡ്. അതൊരു കപ്ലെറ്റ് ആണ്. ആ ഓരോന്നും ഓരോ ലീഡാണ്. അപ്പോൾ അതിലേതാണെന്ന് നോക്കും. അത് റോഡ് ഷേപ്പ്ഡ് അല്ലെങ്കിൽ നമ്മൾ നോൺ റോഡ് ഷേപ്പ്ഡിൻ്റെ ക്യാരക്ടർ നോക്കിയാൽ മതി, താഴേക്ക് പോവാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കീസ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. കീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടാക്സോണമിക്കൽ ടൂൾ യൂസ്ഡ് ഫോർ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് കാണുന്നത്? ക്യാരക്ടേഴ്സ് ആർ ഇൻ കോൺട്രാസ്റ്റിംഗ് പെയർസ്. അവർ കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ആ കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ക്യാരക്ടേഴ്സിന് നമ്മൾ 2 ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് നമ്മൾ എന്ത് പറയും? കപ്ലെറ്റ് എന്ന് പറയും. ഇവിടെ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് അതൊരു കപ്ലെറ്റ് ആണ്. അല്ലെങ്കിൽ റോഡ് ഷേപ്പ്ഡ് നോൺ റോഡ് ഷേപ്പ്ഡ് അടുത്ത കപ്ലെറ്റ് ആണ്. അതിനകത്തുള്ള ഒരു കപ്ലെറ്റിനകത്തുള്ള ഓരോ സ്റ്റേറ്റ്മെന്റിനെയും നമ്മൾ പറയുന്ന പേര് ലീഡ് എന്ന് പറയും. ഇപ്പോൾ ഗ്രാം പോസിറ്റീവ് ഒരു ലീഡ്, ഗ്രാം നെഗറ്റീവ് അടുത്ത ലീഡ്. അതാണ് കീസ് എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫ്ലോറ. ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്. അതൊരു ഡോക്യുമെന്റ് ആണ്. ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള പ്ലാന്റ്സിന്റെ വിവരങ്ങൾ അടങ്ങിയ ഇൻഫോർമേഷൻസ് അടങ്ങിയ ഒരു ഡോക്യുമെന്റ് ആണ് ഫ്ലോറ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ഏരിയ. അങ്ങനെ പറയാം. ഇത്രയേ ഉള്ളൂ. ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള ഒരു പ്രത്യേക പ്രദേശത്തുള്ള പ്ലാന്റ് സ്പീഷീസിന്റെ ഇൻഫോർമേഷൻസ് പറയുമ്പോൾ അവരുടെ ഹാബിറ്റാറ്റ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ, അവരുടെ ഫ്ലവറിംഗ് സീസൺ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷനും അടങ്ങിയ ഒരു ഡോക്യുമെന്റ്, ഒരു ബുക്കാണ് ഫ്ലോറ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഫ്ലോറ എന്താണ്? ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഓഫ് ഓൾ പ്ലാന്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള എല്ലാ പ്ലാന്റ് സ്പീഷീസിന്റെയും ഒരു ഡോക്യുമെന്റ് ആണ് ഫ്ലോറ എന്ന് പറയുന്നത്. ആ ഫ്ലോറയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു പ്ലാന്റ് സ്പീഷീസിന്റെ അവരുടെ ടോട്ടൽ നമ്പർ, അവരുടെ ഹാബിറ്റ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ, അവരുടെ ഫ്ലവറിംഗ് സീസൺ, അങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷൻസ് എന്തിനകത്ത് ഉണ്ടായിരിക്കും? ഫ്ലോറയ്ക്കകത്ത് ഉണ്ടായിരിക്കും. പല ടൈപ്പ് ഫ്ലോറ ഓഫ് മലബാർ ഉണ്ട്, ഫ്ലോറ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫ്ലോറ ഓഫ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയ, ഒരു ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള പ്ലാന്റ് സ്പീഷീസിന്റെ ഇൻഫോർമേഷൻസ് അടങ്ങിയ ഒരു ഡോക്യുമെന്റ്, അതാണ് ഫ്ലോറ. ഇനി നെക്സ്റ്റ് മാനുവൽസ്. മാനുവൽസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള സ്പീഷീസിന്റെ പേര് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഇൻഫോർമേഷൻസ് അടങ്ങിയ ഒരു ബുക്കിനെയാണ് നമ്മൾ മാനുവൽസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്?
ഒരു പ്രദേശത്തുള്ള ഓർഗാനിസംസിൻ്റെ അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഇൻഫോർമേഷൻ അടങ്ങിയ ഒരു റെക്കോർഡാണ് എന്താ മാനുവൽസ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇനി മോണോഗ്രാഫ്. മോണോ മീൻസ് സിംഗിൾ എന്നാണ്. മോണോഗ്രാഫ് മീൻസ് ഇൻഫോർമേഷൻസ് അബൌട്ട് എനി വൺ ടാക്സോൺ. ഏതെങ്കിലും ഒരൊറ്റ ടാക്സോണിനെ കുറിച്ച് മാത്രം ഇൻഫോർമേഷൻസ് ഉള്ള ബുക്കാണ് എന്താ മോണോഗ്രാഫ്. ഇപ്പം നമ്മൾ എന്താ ഫംഗസിനെ കുറിച്ച് മാത്രം എഴുതി കഴിഞ്ഞാൽ, ഫംഗസിനെ കുറിച്ച് മാത്രമുള്ള ബുക്ക്, ഫംഗസ് കിങ്ഡം ഫഞ്ചി, അതിലൊരു ടാക്സോൺ ആണല്ലോ, ഫഞ്ചി എന്ന് പറയുന്ന ഒരു ടാക്സോൺ ആണല്ലോ, ആ ടാക്സോണിനെ കുറിച്ച് മാത്രമുള്ള ഇൻഫോർമേഷൻസ് അടങ്ങിയ ബുക്കിനെ നമുക്ക് എന്ത് പറയാം, ഒരു മോണോഗ്രാഫ് എന്ന് പറയാം. അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് എന്താ ആൽഗയെ കുറിച്ച് മാത്രമുള്ള ബുക്കാണെങ്കിൽ അത് ഒരു മോണോഗ്രാഫാണ്. അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് എന്താ ക്ലാസ് മമേലിയയെ കുറിച്ച് മാത്രം, മാമൽസിനെ കുറിച്ച് മാത്രമുള്ള ഇൻഫോർമേഷൻസ് മാത്രമുള്ള ബുക്കിനെ നമുക്ക് എന്ത് പറയാം, അതൊരു മോണോഗ്രാഫ് എന്ന് പറയാം. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞ് ഒന്നെന്താണ് ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള പ്ലാന്റ് സ്പീഷീസിൻ്റെ ഇൻഫോർമേഷൻ ഉള്ള ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു ബുക്ക്, അതാണ് ഫ്ലോറ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും, അവരുടെ ഹാബിറ്റ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ, അവരുടെ ഫ്ലവറിങ് സീസൺ, അങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ടായിരിക്കും. ഇനി മാനുവൽസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള സ്പീഷീസിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഇൻഫോർമേഷൻ അടങ്ങിയ ഒരു ബുക്കാണ് എന്താ മാനുവൽസ്. മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിംഗിൾ ടാക്സോൺ, ഒരൊറ്റ ടാക്സോണിനെ കുറിച്ച് മാത്രം ഇൻഫോർമേഷൻസ് ഉള്ള ബുക്കിനെയാണ് മോണോഗ്രാഫ് എന്ന് പറയും. ഇപ്പോൾ കിങ്ഡം അനിമേലിയെ കുറിച്ച് മാത്രമുള്ള അതൊരു മോണോഗ്രാഫാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അത് ചെറിയ ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഈ പറഞ്ഞ ടാക്സോണമിക്കൽ എയ്ഡ് ആണ്, അത് ഫുള്ള് പഠിക്കണം. പിന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ, പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഒന്ന് ഈ ടാക്സോണമിക്കൽ എയ്ഡിൽ നിന്നാണ്. ഫ്ലോറ ചോദിക്കും, മോണോഗ്രാഫൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഫ്ലോറ ചോദിക്കാറുണ്ട്, ഹെർബേറിയം ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ കൂടുതൽ ചോദിക്കുന്നത് ടാക്സോണമിക്കൽ ഹയറാർക്കിയാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ടാക്സോണമിക്കൽ ഹയറാർക്കിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറീസിനെയും ചേർത്ത് നമ്മൾ പറയുന്നവരാണ് ടാക്സോണമിക് ഹയറാർക്കി. ആ ടാക്സോണമിക് ഹയറാർക്കിയിൽ വരുന്ന ഓരോ ഇൻഡിവിജ്വൽ സ്റ്റെപ്പിനെയും നമ്മൾ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയും. അപ്പോൾ എല്ലാ ടാക്സോണമിക് കാറ്റഗറീസും കൂടെ ചേരുമ്പോൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയും. ഇപ്പോൾ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, അതാണ് ടാക്സോണമിക് ഹയറാർക്കി. അതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ സ്റ്റെപ്പ്, ഇപ്പോൾ ജീനസ് അതൊരു കാറ്റഗറിയാണ്, സ്പീഷീസ് അടുത്ത കാറ്റഗറിയാണ്, ഓർഡർ വേറൊരു കാറ്റഗറിയാണ്, കിങ്ഡം വേറൊരു കാറ്റഗറിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ടാക്സോൺ എന്താണ് പഠിക്കുക. ടാക്സോൺ എന്താണ്? ഓരോ ടാക്സോണമിക്കൽ കാറ്റഗറിയിലും വരുന്ന ഗ്രൂപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസംസിനെയാണ് നമ്മൾ ടാക്സോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കിങ്ഡം അനിമേലിയ, അതിനകത്ത് ഏതാണ് ഗ്രൂപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസം? അനിമേലിയ എന്ന് പറയുന്നതാണ്. അപ്പോൾ കിങ്ഡം അനിമേലിയക്കകത്ത് അനിമേലിയ ഈസ് എ ടാക്സോൺ. ആൻഡ് ആ ടാക്സോണിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് ഏതാണ്? കിങ്ഡം എന്നുള്ളതാണ്. ഇനി ക്ലാസ് മമേലിയക്കകത്ത് മമേലിയ എന്ന് പറയുന്നതാണ് എന്തൊരു ടാക്സോൺ. അതിൻ്റെ റാങ്ക് അല്ലെങ്കിൽ എൻ്റെ കാറ്റഗറി എന്താണ്? ക്ലാസ് എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ടാക്സോണമിക്കൽ കാറ്റഗറീസ് അല്ലെങ്കിൽ ടാക്സോണമിക്കൽ ഹയറാർക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫുൾ എഴുതി വെക്കുക. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം എളുപ്പമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇപ്പം സ്പീഷീസ് തൊട്ട് സ്പീഷീസ് താഴെ സബ് സ്പീഷീസ് ഒക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല. പിന്നെ നമ്മൾ കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചല്ലോ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന 3 ഡൊമൈൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ്. 3 ഡൊമൈൻ സിസ്റ്റമാണ്. അത് നിങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങളത് നെറ്റ് നോക്കി വായിച്ച് വെക്കണം, നമുക്ക് പഠിക്കാനില്ല, പരീക്ഷിക്കുന്ന എഴുതണ്ട. 3 ഡൊമൈൻ സിസ്റ്റമാണുള്ളത്. 3 ഡൊമൈൻസ് ഉണ്ട്. ആർക്കിയ, ബാക്ടീരിയ ആൻഡ് യൂക്യാരിയോട്ടെ എന്ന് പറഞ്ഞിട്ട് 3 ഡൊമൈൻസ് ആയിട്ടാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ഏറ്റവും വലിയ കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡം ആയിട്ടാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷെ അതിന് മുകളിൽ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് 3 ഡൊമൈൻ സിസ്റ്റം. 3 ഡൊമൈൻസ് ആയിട്ടാണ്, അതിന് താഴെയാണ് കിങ്ഡം വരുന്നത്. 3 ഡൊമൈൻസ് എന്ന് പറയുമ്പോൾ ആർക്കിയ, ബാക്ടീരിയ ആൻഡ് യൂക്യാരിയോട്ട. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, കാര്യങ്ങൾ മനസ്സിലാവും. പരീക്ഷ ചോദിക്കില്ല. മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ടാക്സോണമിക്കൽ എയ്ഡ്, ടാക്സോണമിക്കൽ ഹയറാർക്കി, പിന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു.